റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ റോം ഭരിക്കുന്നത് കമ്മോഡസ് ആണ്. കമ്മോഡസ് ജർമ്മനിയിലെ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് മടങ്ങി വരികയാണ് റോമിലേക്ക്. വളരെയധികം സന്തുഷ്ടവാനാണ് അദ്ദേഹം. പക്ഷേ ഇതൊന്നും കണ്ട് അത്രയ്ക്ക് രസിക്കാതിരിക്കുന്ന ഒരു കഥാപാത്രം കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മൂത്ത ചേച്ചിയായ ലുസില്ലയാണ്. അയാളേക്കാൾ 17 വയസ്സ് മൂത്ത ചേച്ചി. കമ്മോഡസ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തൻ്റെ പിതാവ് ചക്രവർത്തിയായിരുന്ന കാലഘട്ടത്തിൽ റോമിലെ ഏറ്റവും ശക്തിയായ യുവതി അല്ലെങ്കിൽ സ്ത്രീ അത് ലുസില്ല ആയിരുന്നു. എന്നാൽ ലുസില്ലയ്ക്ക് ഇപ്പോൾ ആ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനയ്ക്കാണ് ആ സ്ഥാനം. ക്രിസ്ത്യാന കമ്മോഡസിൻ്റെ ഭാര്യയാണ്. ലുസില്ലയ്ക്ക് അത് സഹിക്കാൻ തന്നെ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയെങ്കിലും കമ്മോഡസിനെ പുറത്താക്കണം. ശക്തനായിട്ടുള്ള ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ പ്രിയ പത്നിയായിട്ട് തനിക്ക് തന്നെ മാറണം. ആരാണ് ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി? ഒരുപാട് ഗവർണർമാരുണ്ട്, പക്ഷേ അവരൊന്നും റോമിലല്ല. റോമൻ പട്ടണത്തിൽ നിന്നും ദൂരെയുള്ള മറ്റ് പ്രവിശ്യകളിലെ ഗവർണർമാരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ നേരിൽ പോയി കണ്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ തനിക്ക് അറിയാവുന്ന സുപരിചിതനായിട്ടുള്ള അച്ഛനേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയുണ്ട്. സെനറ്റിൽ ഏതാണ്ട് പകുതിയിലധികം ആളുകളുടെ പിന്തുണ ആ വ്യക്തിക്കുണ്ട്. അത് മറ്റാരുമല്ല, സെനറ്ററായിട്ടുള്ള ക്വിൻറ്റിയാനസ് ആണ്. ക്വിൻറ്റിയാനസിനെ ഒരു കത്ത് കൊടുത്ത് അവളുടെ അറയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ക്വിൻറ്റിയാനസിന് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. തന്നെ ഒരിക്കൽ പോലും ഇത്തരത്തിൽ കൊട്ടാരത്തിലേക്ക് ലുസില്ല വിളിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. എന്തായാലും ക്വിൻറ്റിയാനസ് ലുസില്ലയുടെ അറയിൽ തന്നെ എത്തിച്ചേർന്നു. ലുസില്ല അയാളെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുകയുണ്ടായി. റോമിൽ ഇന്ന് ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി അത് ക്വിൻറ്റിയാനസ് ആണ്. പക്ഷേ ക്വിൻറ്റിയാനസ് അത് അപ്പോൾ തന്നെ എതിർത്തു. തീർച്ചയായിട്ടും ചക്രവർത്തിയാണല്ലോ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി, അത് കമ്മോഡസ് ആണ്. കമ്മോഡസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനായിരിക്കാം ഏറ്റവും ശക്തനായ വ്യക്തി. പക്ഷേ കമ്മോഡസ് വെറും ഒരു കുട്ടി മാത്രമാണ്. അവന് ഒരു ചക്രവർത്തിക്ക് വേണ്ട ഒരു ഗാംഭീര്യമോ ബുദ്ധിശക്തിയോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ലുസില്ല പറഞ്ഞത്. ഒരു ചക്രവർത്തിയാകാനുള്ള സകല ഗുണങ്ങളുമുള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ക്വിൻറ്റിയാനസ് തന്നെയാണ്. ആ വാക്കുകൾ ക്വിൻറ്റിയാനസിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. എന്നാൽ ആ സന്തോഷം ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് പിന്നീട് ലുസില്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ അറയിൽ ഒരുപാട് അടിമ സ്ത്രീകളുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൊട്ടാരത്തിൽ നിന്നല്ല, ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുടെയും വീട്ടിൽ ഇത്തരത്തിൽ ധാരാളമായിട്ട് അടിമ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കുന്നതാണ്. അവരെ എല്ലാവരെയും ആ അറയിൽ നിന്നും പുറത്താക്കിയാണ് ലുസില്ല. അതിനുശേഷം അവൾ പൂർണ്ണമായിട്ടും വിവസ്ത്രയായി തൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ക്വിൻറ്റിയാനസിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ അറയിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് ശയിക്കുന്നതിനിടയിൽ അവൾ പലപ്പോഴായിട്ട് കമ്മോഡസിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. കമ്മോഡസിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്നും പുറത്താക്കണം, പകരം നിങ്ങൾ ചക്രവർത്തിയാകണം. എൻ്റെ ഭർത്താവ് എന്ന ഒരു സ്ഥാനം കൂടി നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെനറ്റ് അംഗങ്ങൾക്കും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ സാധ്യമാകുന്നതല്ല. ആദ്യം കമ്മോഡസിനെ പുറത്താക്കുക, അതിനുശേഷം എന്നെ വിവാഹം ചെയ്യുക, പിന്നീട് നിങ്ങളാണ് ഇവിടുത്തെ ചക്രവർത്തി. ക്വിൻറ്റിയാനസിനും അതിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായി. ഇനിയുള്ള നാളുകൾ തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നത് കമ്മോഡസിന് എതിരായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ക്വിൻറ്റിയാനസ് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സെനറ്റ് അംഗം തന്നെയാണ്. കമ്മോഡസ് ഒരു കൊച്ചു പയ്യനുമാണ്. അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ബുദ്ധിശക്തിയൊന്നുമില്ല. ഒരു ചക്രവർത്തിക്ക് വേണ്ടതായിട്ടുള്ള കഴിവുകൾ തന്നെ ഇല്ല എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ഒറേലിയസ് അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒറേലിയസിന് മരണമടയേണ്ടി വന്നത്. എന്തായാലും ക്വിൻറ്റിയാനസ് കമ്മോഡസിന് എതിരെ തിരിയുകയാണ്. ഈ സമയത്ത് കമ്മോഡസ് ചിന്തിക്കുന്നത് സൈനികരെക്കുറിച്ചാണ്. അധികാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ ഈ അധികാരം എന്നേക്കുമായിട്ട് ഉറപ്പിക്കണമെങ്കിൽ കുറേയധികം ആളുകളുടെ പിന്തുണ തീർച്ചയായിട്ടും അനിവാര്യമാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് സൈനികർക്കാണ്. സാധാരണഗതിയിൽ ചക്രവർത്തിമാർ ഇങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വത്തുക്കളോ അല്ലെങ്കിൽ പണമോ ധാരാളമായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെയാണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുക? ചക്രവർത്തിക്ക് ഒന്നും നേരിട്ട് ചെയ്യാൻ സാധ്യമാവുകയില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ട്രഷറിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സെനറ്റ് അംഗങ്ങൾക്കാണ്. സെനറ്റ് അംഗങ്ങളെ കൊണ്ട് കൊടുപ്പിക്കണം, പക്ഷേ അത് ചക്രവർത്തിയുടെ പേരിൽ തന്നെ ആയിരിക്കണം.
എന്തായാലും സെനറ്റ് അംഗങ്ങളെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അദ്ദേഹം സെനറ്റ് ഹാളിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 സെനറ്റ് അംഗങ്ങളോട് തന്നെ അദ്ദേഹം സംസാരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ക്വിൻറ്റിയാനസും ലൂഷ്യസ് കാസിയസ് ഡിയോയുമാണ്. ലൂഷ്യസ് കാസിയസ് ഡിയോ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സെനറ്റ് അംഗം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം പൂർണ്ണമായിട്ടും രചിച്ചിരിക്കുന്നത് കാസിയസ് ഡിയോ തന്നെയാണ്. കാസിയസ് ഡിയോയുടെ അല്ലാതെ മറ്റൊരു ചരിത്ര രേഖകളും ഈ കാലഘട്ടത്തെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അങ്ങനൊരു ചരിത്രകാരന്മാർ ആ ഘട്ടത്തിൽ റോമിൽ ഉണ്ടായിരുന്നില്ല. ഡിയോ എഴുതി വച്ചിരിക്കുന്ന ഈ ചരിത്രങ്ങളൊക്കെ കൃത്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം സ്വയം പുകഴ്ത്തിയൊന്നും പറയുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തെ ഒരു വലിയ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പോലും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അവർ 3 പേരും തമ്മിൽ നടത്തിയ ആ സംഭാഷണ ശകലങ്ങളിലേക്ക് മടങ്ങി വരാം. സംസാരിക്കുന്നത് കമ്മോഡസ് ആണ്. നമ്മുടെ യുദ്ധവിജയങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമ്മുടെ സൈനികർ തന്നെയാണ്. അവരെ തീർച്ചയായിട്ടും നമുക്ക് അനുമോദിക്കണം. അവർക്ക് പണമോ സ്ഥലമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കണം. അതിന് നിങ്ങളുടെ അനുമതി എനിക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഡിയോ പറയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്, നമുക്കത് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. കൂടാതെ സൈനികരുടെ ശക്തി നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊരു അട്ടിമറി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കണം. ആ സംഭാഷണത്തിന് ഇടയിൽ ക്വിൻറ്റിയാനസ് ഒരു അമ്പ് തൊടുത്തു വിടുന്നുണ്ട്. കൂർമ്മ ബുദ്ധിമാനായിട്ടുള്ള ക്വിൻറ്റിയാനസിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്തായാലും സൈനികർക്ക് ഭൂസ്വത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും അനിവാര്യം. അങ്ങനെയാണെങ്കിൽ ഏത് സ്ഥലത്തെ ഭൂസ്വത്താണ് കൊടുക്കേണ്ടത്? ഏത് പ്രവിശ്യയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്? അതിൻ്റെ മൂല്യം എത്രമാത്രമായിരിക്കണം? ഇത് പറഞ്ഞുകൊണ്ട് ക്വിൻറ്റിയാനസ് റോമിലെ പല സ്ഥലങ്ങളുടെയും പേര് എടുത്തെടുത്ത് പറയാൻ തുടങ്ങി. കമ്മോഡസിന് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചു പയ്യൻ മാത്രമാണ്. കേട്ടിട്ട് പോലുമില്ലാത്ത പല സ്ഥലങ്ങളുടെയും പേരാണ് ക്വിൻറ്റിയാനസ് പറയുന്നത്. കമ്മോഡസ് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, നിങ്ങൾ തന്നെ അതൊന്ന് തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. നമുക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം അവർക്ക് കൊടുക്കാം. ക്വിൻറ്റിയാനസിന് തൻ്റെ തന്ത്രം ഫലിക്കുന്നതായിട്ട് വ്യക്തമായി മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പഠിക്കട്ടെ, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഉചിതമായ സ്ഥലം തന്നെ നമുക്ക് തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കാം. എല്ലാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം ഞാൻ താങ്കളെ അത് നേരിട്ട് അറിയിക്കുന്നതാണ്. കമ്മോഡസിന് വലിയ സന്തോഷമായി. ചക്രവർത്തിയുടെ ജോലി എന്ത് എളുപ്പമാണ്. നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സെനറ്റ് അംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കി തരും. കമ്മോഡസ് വളരെ സന്തോഷവാനായിട്ട് തന്നെയാണ് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്മോഡസ് കൊട്ടാരത്തിലെ തൻ്റെ ഉറക്കറയിലേക്ക് പോവുകയായിരുന്നു. അന്ന് നേരം ഒരുപാട് ഇരുട്ടിയിട്ടാണ് അദ്ദേഹം ഉറങ്ങാനായിട്ട് പോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അറയിലേക്ക് 2 പേർ ഓടി വരുന്നുണ്ട്. അങ്ങനെ ആർക്കും അദ്ദേഹത്തിൻ്റെ ഉറക്കറയിലേക്ക് ഓടി വരാൻ സാധിക്കുകയില്ല. അങ്ങനെ ഓടി വരുന്നവർ സാധാരണഗതിയിൽ ശത്രുക്കളായിരിക്കും, ആക്രമിക്കാനായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഉറക്കറയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതിനു മുൻപ് തന്നെ പ്രൊട്ടേറിയൻ ഗാർഡ് അവരെ കൊന്നുകളയുന്നതാണ്. പക്ഷേ പ്രൊട്ടേറിയൻ ഗാർഡ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ സുരക്ഷിതമായി ഓടി അണച്ചുകൊണ്ട് ചക്രവർത്തിയുടെ മുൻപിൽ വന്ന് നിൽപ്പുണ്ട്. 2 പേരാണ് അവിടെ എത്തി നിൽക്കുന്നത്. അങ്ങനെ 2 പേർക്ക് അവിടെ എത്തി നിൽക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ ആ 2 പേരും മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മുൻ അടിമകളായിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ 2 ഫ്രീമന്മാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള സിറ്റോറസും ക്ലിയാൻഡറുമാണ്. 2 പേരും എല്ലായ്പ്പോഴും സന്തോഷവാന്മാർ തന്നെയാണ്, പ്രത്യേകിച്ചും കമ്മോഡസ് ചക്രവർത്തി ആയതിനു ശേഷം. പക്ഷേ ഇപ്പോൾ അവരുടെ മുഖത്ത് അതിരൂക്ഷമായിട്ടുള്ള ദേഷ്യം തന്നെയാണ്. ക്ലിയാൻഡറാണ് ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നത്, ചക്രവർത്തി അറിഞ്ഞിട്ടാണോ റോമൻ ഫോറത്തിൽ ഇപ്പോൾ ആ ഉത്തരവ് എഴുതി വച്ചിരിക്കുന്നത്? കമ്മോഡസിന് കാര്യം മനസ്സിലായില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സൈനികർക്ക് ഒരു വലിയ ഭൂഭാഗം തന്നെ എഴുതി കൊടുത്തിരിക്കുന്നു. അത് നിങ്ങളുടെ അറിവോടുകൂടി തന്നെയാണോ? കമ്മോഡസ് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അറിവോടുകൂടി തന്നെയാണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പട്ടാളക്കാർ. അതിനു പുറമെ അവരുടെ സേവനം ഇനിയും നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അവർക്ക് സംഭാവനയായിട്ട് ആ സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ എഴുതി കൊടുത്തു എന്നല്ലല്ലോ അതിൽ എഴുതി വച്ചിരിക്കുന്നത്. സെനറ്റ് അംഗങ്ങൾ ആ പട്ടാളക്കാർക്ക് ഡൊണേറ്റ് ചെയ്തതായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. കമ്മോഡസിന് അത് വിശ്വസിക്കാൻ പോലും സാധ്യമായില്ല. ഒരു വലിയ ചതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ചതിച്ചിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സെനറ്റ് അംഗങ്ങൾ തന്നെയാണ്. തൻ്റെ പേരിലല്ല, സെനറ്റ് അംഗങ്ങളുടെ പേരിലാണ് ആ ഡൊണേഷൻ പോയിരിക്കുന്നത്. അതിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്.
പട്ടാളക്കാർ ആ സമ്മാനങ്ങളൊക്കെ തന്നെയും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ ആരാണ് ഇത് ഞങ്ങൾക്ക് തന്നതെന്ന് കൂടി അവർ മനസ്സിലാക്കും. അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് സെനറ്റ് അംഗങ്ങളാണെന്ന്. അതായത് ചക്രവർത്തിയല്ല അവർ കൂറ് കാണിക്കേണ്ടത്, ചക്രവർത്തിയോടല്ല, അവർക്ക് ഈ സംഭാവനകൾ നൽകിയ സെനറ്റ് അംഗങ്ങളോടാണ്. നാളെ ചക്രവർത്തിയെ കൊല്ലാൻ ഈ സെനറ്റ് അംഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പട്ടാളക്കാർ കൊന്നു കളയുന്നതാണ്. അത്തരത്തിലുള്ള ചരിത്രം പല കുറി റോമിൽ ആവർത്തിച്ചിട്ടുള്ളതുമാണ്. അതിനെക്കുറിച്ച് കമ്മോഡസിന് വ്യക്തമായിട്ടുള്ള ധാരണ തന്നെ ഉണ്ട്. ലിയാൻഡറിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. താങ്കളുടെ ഒരു ഓർഡർ കിട്ടിയാൽ മതി, സെനറ്റ് അംഗങ്ങളിലെ ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ കൊന്നു കളയുന്നതാണ്. ആ രംഗം ഒന്ന് ശാന്തമാക്കുന്നത് സിറ്റോറസ് ആണ്. സിറ്റോറസ് അതിബുദ്ധിമാനായിട്ടുള്ള, എപ്പോഴും ശാന്തത നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളിവിടെ ബുദ്ധി ഉപയോഗിച്ചാണ് ചിന്തിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ക്ലിറ്റോറസ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ കത്തി ഉപയോഗിച്ച് ആ സെനറ്റ് അംഗങ്ങളുടെ ശരീരത്തിലല്ല മുറിവേൽപ്പിക്കേണ്ടത്. അങ്ങനെ അത്രയധികം സെനറ്റ് അംഗങ്ങളെ കൊന്നു കളഞ്ഞാൽ ഈ രാജ്യം തന്നെ നമുക്കെതിരെയാകും. ഇപ്പോൾ പട്ടാളക്കാർ വിശ്വസിച്ചിരിക്കുന്നത് സെനറ്റ് അംഗങ്ങൾ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ്. അതിൻ്റെ പേരിൽ സെനറ്റ് അംഗങ്ങളെ കൊന്നു എന്നായിരിക്കില്ലേ പട്ടാളക്കാർ ചിന്തിക്കുക. ജനങ്ങളും നമുക്കെതിരെ തിരിയുന്നതാണ്. അങ്ങനൊരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ പട്ടാളക്കാർ നിസ്സാര സമയം കൊണ്ട് തന്നെ ഈ കൊട്ടാരം വളയുന്നതാണ്. നമ്മളെ എല്ലാവരെയും അവർ കൊന്നു കളയുന്നതുമാണ്. അതുകൊണ്ട് ആ ഒരു നീക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സിറ്റോറസ് കമ്മോഡസിനോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾക്ക് അവരുടെ ജീവൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്തിനോടാണ്? കമ്മോഡസിന് ഉത്തരം അനായാസം തന്നെ പറയാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും പണത്തിനോട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കത്തി കുത്തി ഇറക്കേണ്ടത് അവരുടെ ശരീരത്തിലല്ല, അവരുടെ പണത്തേലാണ്. അടുത്ത ദിവസം വളരെ കോൺഫിഡൻ്റായിട്ട് തന്നെ കമ്മോഡസും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളും സെനറ്റ് ഹാളിലേക്ക് പോവുകയാണ്. ക്വിൻറ്റിയാനസിൻ്റെ മുഖത്ത് വലിയൊരു പരിഭ്രാന്തി തന്നെയുണ്ട്. കാരണം അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ചതി ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണോ കമ്മോഡസ് അവിടേക്ക് എത്തിച്ചേരുന്നതെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അവിടെ വളരെ സന്തോഷവാനായിട്ട് തന്നെയാണ് കമ്മോഡസ് എത്തിച്ചേരുന്നത്. അദ്ദേഹം കാസിയസ് ഡിയോയോടും ക്വിൻറ്റിയാനസിനോടും സംസാരിക്കാൻ മുതിരുകയാണ്. നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഞാൻ ഒരുപാട് ദിവസങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ സ്ഥലങ്ങളുടെയൊക്കെ മൂല്യം മനസ്സിലാക്കി പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളത് നിസ്സാരമായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ ക്വിൻറ്റിയാനസിന് വലിയ ആശ്വാസം തന്നെയാണ് തോന്നിയത്. അതിനു പുറമെ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി വ്യക്തമായി. താൻ കരുതിയതിനേക്കാൾ പരമവിഡ്ഢിയും മണ്ടനുമാണ് ഈ ചക്രവർത്തി. അയാളെ ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ എനിക്ക് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരികയില്ല. കമ്മോഡസിന് ഒരു കാര്യം കൂടി അവരോട് പറയാനുണ്ടായിരുന്നു. പട്ടാൾക്കാർ മാത്രമല്ലല്ലോ നമ്മുടെ യുദ്ധവിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ പിന്നിൽ അവരെക്കാൾ യാതനകൾ അനുഭവിച്ച ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കും നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കേണ്ടതാണ്. ക്വിൻറ്റിയാനസാണ് അതിന് മറുപടി പറയുന്നത്. ഞങ്ങൾ അത്രയും വലിയ കാര്യമൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്, അതിന് സമ്മാനമൊന്നും തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ആ ശമ്പളം തന്നെ ധാരാളമാണ്. പക്ഷേ ക്വിൻറ്റിയാനസിനെ ഇളിഭ്യനാക്കിക്കൊണ്ട് കമ്മോഡസ് അത് തിരുത്തി പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സെനറ്റ് അംഗങ്ങളെക്കുറിച്ചല്ല, ഇവിടെ യാതനകൾ ധാരാളമായിട്ട് അനുഭവിച്ച, യുദ്ധക്കെടുതിയുടെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് അനുഭവിച്ച ജനങ്ങളെക്കുറിച്ചാണ്. ജനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവന അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതാണ്. ക്വിൻറ്റിയാനസ് ശരിക്കും ഇളിഭ്യനായിപ്പോയി. അദ്ദേഹത്തിന് അത് മറച്ചു വയ്ക്കാൻ പോലും സാധ്യമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഡിയോ ആണ് സംസാരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. കമ്മോഡസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാഡിയേറ്റർ ഗെയിം തന്നെ ആവിഷ്കരിക്കാം. ആളുകളെല്ലാം കൂട്ടമായിട്ട് വന്ന് കാണട്ടെ, അവർ എല്ലാം ആസ്വദിക്കട്ടെ. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനുള്ള പണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ വലിയ യുദ്ധങ്ങൾ തന്നെയാണല്ലോ നടന്നത്. അതിൻ്റേതായിട്ടുള്ള ദാരിദ്ര്യം ശരിക്കും നമ്മുടെ ട്രഷറിയിലും നിഴലിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഗ്ലാഡിയേറ്റർ ഗെയിമുകൾ ആവിഷ്കരിക്കുന്നത്? ഒരു ദിവസം നടത്തിയാൽ പോലും അതിന് ഒരുപാട് പണച്ചെലവുണ്ട്. കാസിയസ് ഡിയോ ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ശരിവെച്ചുകൊണ്ട് ക്വിൻറ്റിയാനസും പറയുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്. നമ്മളിനിയിപ്പോൾ പണം കണ്ടെത്താനായിട്ട് പതിവ് പോലെ ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ടാക്സും കൊടുക്കേണ്ടി വരുന്നത് ഈ സാധാരണ ജനങ്ങൾ തന്നെയാണല്ലോ. അങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഗെയിം അങ്ങ് ഒഴിവാക്കാം. കമ്മോഡസ് ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ടാക്സ് എന്തായാലും ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല, അല്ലാതെ മറ്റേതെങ്കിലും ഒരു രീതിയിൽ പണം കണ്ടെത്തി നമുക്ക് ഈ ഗെയിം എന്തായാലും നടപ്പിലാക്കാം.
ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും വിട വാങ്ങുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്വിൻറ്റിയാനസ് വളരെയധികം ദേഷ്യത്തോടു കൂടി അരിശത്തോടു കൂടി തന്നെ സെനറ്റ് ഹാളിലൂടെ ഓടി വരികയാണ്. അദ്ദേഹം ഓടി എത്തിച്ചേരുന്നത് കാസിയസ് ഡിയോയുടെ അരികിലാണ്. ഡിയോ, നിങ്ങൾ അറിഞ്ഞില്ലേ, ഗെയിം നടത്താൻ പോകുന്നു. അത് നമ്മൾ അറിഞ്ഞ കാര്യമാണല്ലോ, നമ്മളോട് നേരിട്ട് തന്നെയല്ലേ ചക്രവർത്തി അതിനുള്ള അനുവാദം വാങ്ങിയത്. പക്ഷേ അതിന് പണം കണ്ടെത്തിയിരിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്നാണ്. നമ്മൾ സെനറ്റ് അംഗങ്ങളുടെ മേൽ ഒരു പ്രത്യേക സ്പെഷ്യൽ ടാക്സ് തന്നെ ഇതിനുവേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഡിയോ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിസ്സാരക്കാരനല്ല കമ്മോഡസ്, ബുദ്ധിശാലി തന്നെയാണ്. നമ്മളൊരു പണി അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു, പക്ഷേ മനോഹരമായിട്ടുള്ള പണിയാണ് അദ്ദേഹം നമുക്ക് തിരികെ തന്നിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ PR വർക്കുകളുടെ ദിവസങ്ങളായിരുന്നു. വലിയ രീതിയിൽ തന്നെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ജനങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള ചക്രവർത്തി ജനങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് ഗ്ലാഡിയേറ്റർ ഗെയിമുകൾ സംഘടിപ്പിക്കാൻ പോകുന്നു. അതിനു പുറമെ ധാരാളമായിട്ട് നാണയങ്ങൾ അച്ചടിക്കുകയുണ്ടായി. കമ്മോഡസിൻ്റെ മുഖമുള്ള നാണയങ്ങൾ. ആ അച്ചടിച്ച നാണയങ്ങളൊക്കെ തന്നെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആ നാണയങ്ങൾ വെളിയിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് അദ്ദേഹം എറിഞ്ഞു കൊടുത്തു. ജനങ്ങളെല്ലാം അത് കൈനീട്ടി സ്വീകരിക്കുകയാണ്. അവർക്ക് മറ്റൊന്നും സംശയിക്കേണ്ടി വന്നില്ല. ഈ പണമെല്ലാം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ചക്രവർത്തി തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം അദ്ദേഹത്തിൻ്റെ മുഖം കൊത്തിവെച്ചിരിക്കുന്ന ആ നാണയങ്ങൾ തന്നെയാണ്. ജനങ്ങൾ 2 കൈയും നീട്ടി ചക്രവർത്തിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊട്ടും തന്നെ സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന ലുസില്ലയുമുണ്ട്. ലുസില്ലയ്ക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇവനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഒരു കത്തുകൂടി എഴുതി ക്വിൻറ്റിയാനസിന് കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ അറയിലേക്ക് എത്തിച്ചേരുക. കത്ത് കിട്ടേണ്ട താമസം ക്വിൻറ്റിയാനസ് അറയിൽ എത്തിച്ചേരുന്നുണ്ട്. ക്വിൻറ്റിയാനസിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമായിരുന്നു ലുസില്ലയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കൊന്നുകളയുക. ദിനംപ്രതി അവൻ്റെ അംഗീകാരം വർദ്ധിച്ചുകൊണ്ട് തന്നെ വരികയാണ്. ജനങ്ങളൊക്കെ തന്നെയും അവനെ സ്നേഹിക്കുകയാണ്. എനിക്കത് കണ്ടു നിൽക്കാൻ പോലും സാധ്യമാകുന്നില്ല. നമ്മുടെ പക്കൽ ഇനി അധികം സമയമൊന്നുമില്ല, അവനെ കൊന്നുകളയുക. പക്ഷേ ക്വിൻറ്റിയാനസിന് ചക്രവർത്തിയെ കൊല്ലുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ആ വാക്യങ്ങൾ കേട്ടപ്പോൾ തന്നെ അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ക്വിൻറ്റിയാനസ് പറഞ്ഞു, എന്നെക്കൊണ്ടത് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ കൊല്ലാൻ പറ്റുമോ ഒരു ചക്രവർത്തിയെ? മുൻപുള്ള ചക്രവർത്തിമാരെ കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ ഗതി എന്താണെന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതല്ലേ. ലുസില്ല അയാളെ അവിടെ നിന്നും ആട്ടി പുറത്താക്കിയായിരുന്നു. ഇത്രയും ഭീരുവായിട്ടുള്ളൊരു വ്യക്തി എൻ്റെ ഒപ്പം ശയിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ചക്രവർത്തിയുടെ അറയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സിറ്റോറസിനെ വിളിച്ചു വരുത്തുകയാണ്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കമ്മോഡസിൻ്റെ അറയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സിറ്റോറസിനെ വിളിച്ചു വരുത്തുകയാണ്. സിറ്റോറസിന് അതുല്യമായിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അതൊരു മോതിരമാണ്. സിഗ്നറ്റ് റിംഗ് എന്ന പേരിലാണ് ആ മോതിരം അറിയപ്പെടുന്നത്. റോമിലെ ചക്രവർത്തി കൊടുക്കുന്ന പരമമായിട്ടുള്ള ഒരു ബഹുമതിയാണ്. വെറുതെ ഷോക്കോയ്സിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വിരലിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു സമ്മാനം മാത്രമായിരുന്നില്ല. അതൊരു അധികാര ചിഹ്നം കൂടിയാണ്. ഒരു ഓർഡർ പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സീല് പതിപ്പിക്കുക പതിവാണ്. ആ കാലഘട്ടങ്ങളിലും ആ പതിവുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വാക്സ് ഉരുക്കി ഒഴിച്ച് അതിൻ്റെ മുകളിലാണ് ഈ സീല് പതിപ്പിക്കുന്നത്. ഈ മോതിരത്തിന് അത്തരത്തിലുള്ള ഒരു പവറുണ്ട്. രാജകീയമായിട്ടുള്ള ഒരു ഓർഡർ ആകണമെങ്കിൽ അതിൻ്റെ താഴെ ഉണ്ടായിരിക്കേണ്ട സീല്, അതിൽ ഒരു സീല് ഈ സിഗ്നറ്റ് റിങ്ങിൻ്റെ സീല് തന്നെയാണ്. അതായത് അധികാരം കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് സിറ്റോറസിൻ്റെ. കമ്മോഡസിനും അധികാരമുണ്ട്, പക്ഷേ നേരിട്ട് ഇനിയും സിറ്റോറസിന് ഭരിക്കാൻ സാധ്യമാകും. സിറ്റോറസ് ആരാണ്? ഒരു അടിമയായിരുന്നു, ഇപ്പോൾ ഒരു ഫ്രീമൻ ആണ്. റോമൻ സൊസൈറ്റിയുടെ ആ ഒരു ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴ്ത്തട്ടിൽ വരുന്നതാണ് അടിമകൾ. അതിൻ്റെ തൊട്ടു മുകളിൽ വരുന്നവർ മാത്രമാണ് ഫ്രീമൻ. അതിലൊരാളാണ് സിറ്റോറസ്. സിറ്റോറസിന് പരമമായിട്ടുള്ള ആ ബഹുമതി വെച്ച് കൊടുത്തിരിക്കുകയാണ്. കമ്മോഡസിന് അത്രയധികം വിശ്വാസമായിരുന്നു സിറ്റോറസ്. ശരിക്കും പറഞ്ഞാൽ സിറ്റോറസ് അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. മിടുക്കനായിരുന്നു സിറ്റോറസ്, സത്യസന്ധനായിരുന്നു. ചക്രവർത്തി ചാകാൻ പറഞ്ഞാൽ ചാകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ അധികാര ചിഹ്നമായിട്ടുള്ള മോതിരവും അണിഞ്ഞുകൊണ്ട് അടുത്ത ദിവസം സിറ്റോറസ് സെനറ്റ് ഹാളിലേക്ക് പോവുകയാണ്. സാധാരണഗതിയിൽ ചക്രവർത്തിയുടെ ഒപ്പം തന്നെയാണ് അദ്ദേഹം സെനറ്റ് ഹാളിലേക്ക് പോകുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടേക്ക് പോകുന്നത്. അത് കണ്ടപ്പോൾ സെനറ്റ് അംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള അരിശമാണ് തോന്നിയത്.
അവർക്കൊന്നാമത് ഈ ഫ്രീമന്മാരെ കണ്ടുകൂടാ. ചക്രവർത്തിയുടെ അടുത്ത സുഹൃത്താണ്. ചക്രവർത്തി വരുമ്പോൾ അത്തരത്തിലുള്ള അനിഷ്ടങ്ങളൊന്നും കാണിച്ചുകൂടാ. അതുകൊണ്ട് മാത്രമാണ് അവരെല്ലാം സഹിക്കുന്നത്. പക്ഷേ ചക്രവർത്തി ഇല്ലാതെ തന്നെ നേരിട്ട് സെനറ്റ് ഹാളിലേക്ക് എത്തിച്ചേരാനുള്ള ധൈര്യം അയാൾ കാണിച്ചിരിക്കുകയാണ്. ക്വിൻറ്റിയാനസ് ഓടി അയാളുടെ അരികിലേക്ക് ചെന്നു. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കയറാൻ എന്ത് അധികാരമാണുള്ളത്? ചക്രവർത്തിയുടെ അടുത്ത സുഹൃത്തൊക്കെ തന്നെയാണ്. ചക്രവർത്തി വരുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് ഒരു നിഴൽ പോലെ വേണമെങ്കിൽ വന്ന് നിന്നുകൊള്ളൂ. പക്ഷേ അല്ലാതെ ഇങ്ങനെ കയറി വരാനായിട്ട് ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. ക്വിൻറ്റിയാനസ്, ഇതെൻ്റെ തറവാട്ട് സ്വത്തായിട്ട് തന്നെ കരുതിക്കൊള്ളൂ. അതിനുള്ള അധികാരം എനിക്കിപ്പോഴുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് കയ്യിൽ അണിഞ്ഞിരുന്ന സിഗ്നറ്റ് റിങ് അയാൾ ഉയർത്തി കാണിക്കുകയാണ് ഉണ്ടായത്. അതിനു പുറമെ കീശയിൽ തിരികെ വെച്ചിരുന്ന ഒരു രാജകീയമായ ഓർഡറും അയാൾ കാണിച്ചു കൊടുത്തു. സിഗ്നറ്റ് റിങ്ങിൻ്റെ അധികാരം ഇപ്പോൾ സിറ്റോറസിന് സ്വന്തമാണ്. ക്വിൻറ്റിയാനസിന് ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഒന്നും പറയാതെ ഉരിയാടാതെ അയാൾ അതെല്ലാം നിന്ന് കേൾക്കുകയാണ്. പക്ഷേ കാസിയസ് ഡിയോ നേരെ തിരിച്ചാണ് പെരുമാറിയത്. കാസിയസ് ഡിയോ അംഗീകരിക്കുകയായിരുന്നു ആ അധികാരത്തെ. സെനറ്റ് ഹാളിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇനി നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. താങ്കൾക്ക് ഈ റിങ് തന്നതോടുകൂടി ചക്രവർത്തി ഇനി അധിക ദിവസമൊന്നും ഇവിടേക്ക് വരികയില്ല എന്നെനിക്ക് ബോധ്യമായി. കാരണം ഇങ്ങനെയൊരു റിങ് തരണമെങ്കിൽ താങ്കൾക്ക് ആ അധികാര കൈമാറ്റവും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് ക്വിൻറ്റിയാനസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ ഉള്ളിലേക്ക് ലൂസില്ല പറഞ്ഞ ആ വാക്കുകൾ ഇരച്ചു കയറി. കൊന്നുകളയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ. ക്വിൻറ്റിയാനസും മനസ്സിൽ ഉറപ്പിച്ചു, ആ കർത്തവ്യം ഞാൻ തന്നെ ചെയ്യും. നേരെ അയാൾ ലുസില്ലയുടെ അരികിലേക്കാണ് പോകുന്നത്. ലുസില്ല അയാളെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ഒരു ക്ഷണവുമില്ലാതെ എൻ്റെ അറയിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമാണുള്ളത്? ക്വിൻറ്റിയാനസ് അവളെ ശാന്തയാക്കാൻ ശ്രമിക്കുകയാണ്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. നീ പറഞ്ഞതുപോലെ ആ പ്ലാൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നിൻ്റെ സഹോദരനെ, ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയെ നമുക്ക് കൊന്നുകളയാം. ലുസില്ലയ്ക്കും വലിയ സന്തോഷമായി. നമുക്ക് അതിന് വലിയൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ രണ്ടുപേരും മാത്രം കൂടിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് വേറെയും ചില സെനറ്റ് അംഗങ്ങൾ വേണം. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ആ കർത്തവ്യം കൃത്യമായിട്ട് നടപ്പിലാക്കാം, ഇരു ചെവി അറിയാതെ. ആരും അത് കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. ചില ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ചില ആയുധങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആയുധം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പച്ച മനുഷ്യനെ തന്നെയാണ്, മനുഷ്യ സ്ത്രീകളെ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൻ്റെ എല്ലാ അറകളിലും അടിമ സ്ത്രീകളുണ്ട്, അടിമയായിട്ടുള്ള പുരുഷന്മാരുണ്ട്. പക്ഷേ അവരെയൊന്നും മനുഷ്യരായിട്ട് കാണാറില്ല. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ മുടി ചീവാനായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ്, മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി, അങ്ങനെയുള്ള വസ്തുക്കളിൽ ഒരു വസ്തുവായിട്ട് മാത്രമാണ് ഈ അടിമകളെ കാണുന്നത്. അടിമകളുടെ മുൻപിൽ അവർ എന്ത് രഹസ്യവും പറയും. അടിമകൾ വെറും ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമാണ്. ഒരുപക്ഷെ ചക്രവർത്തിയും രാജ്ഞിയും ഒന്നിച്ച് ക്ഷയിക്കുന്നത് ഈ അടിമകളുടെ മുൻപിൽ വെച്ച് പോലും ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു വില മാത്രമേ ഈ അടിമകൾക്ക് കൊടുക്കുന്നുള്ളൂ. അവിടെ ഒരു അടിമയുണ്ട്, ഒരു അടിമ സ്ത്രീയുണ്ട്. ലൂസില്ലയുടെ അടിമ സ്ത്രീ, അവളുടെ പേര് ടറ്റിയാന എന്നാണ്. അവളിപ്പോൾ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ല, ഒരു കാമുകി കൂടിയാണ്. തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ തന്നിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ലൂസില്ലയോട് ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എന്നെ അറിയിക്കുക. ഈ വാർത്ത കേട്ടറിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ ആ വാർത്തയുമായിട്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ്. അവിടെ അവളുടെ കാമുകനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ചക്രവർത്തിയുടെ ഉറ്റ സുഹൃത്തായ ക്ലിയാൻഡറാണ്. നമ്മളെല്ലാവരും വിചാരിക്കുക ക്ലിയാൻഡർ ഇത് നേരിട്ട് പോയി ചക്രവർത്തിയോട് പറയുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ക്ലിയാൻഡർ അതിനുവേണ്ടിയല്ല ടറ്റിയാനയോട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചട്ടം കെട്ടിയത്. അയാളുടെ ലക്ഷ്യങ്ങൾ വേറെ പലതുമായിരുന്നു. അയാൾ ആഗ്രഹിച്ച ഒരു സ്ഥാനം അയാളുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സിറ്റോറസിനാണ് ലഭ്യമായത്. ക്ലിയാൻഡറിന് വേണമെന്ന് ആഗ്രഹിച്ച ആ റിങ് അത് തിരിച്ചെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അയാൾ മടിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേട്ടതിന് ശേഷം അയാൾ പോകുന്നത് ചക്രവർത്തിയുടെ അടുത്തേക്കല്ല, പകരം ലുസില്ലയുടെ അടുത്തേക്കാണ്. ആ വരവ് ലുസില്ലയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അയാളൊരു ഫ്രീമനാണ്. ഫ്രീമൻ ഇങ്ങനെ കൊട്ടാരത്തിലൂടെ യഥേഷ്ടം നടക്കുന്നത് അവൾക്ക് ഒട്ടും തന്നെ സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടാണ് അവൾ പെരുമാറിയത്. ക്ലിയാൻഡർ പറഞ്ഞു, എനിക്ക് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വാർത്തയൊന്നുമല്ല, നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ആ പ്ലാൻ ഞാൻ മനസ്സിലാക്കിയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്താണാവോ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത ആ വലിയ രഹസ്യം? അത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കർമ്മമാണ്.
ആ കർമ്മത്തിലൂടെ അധികാരം നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നില്ലേ? ലുസില്ല പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എത്രയും പെട്ടെന്ന് എൻ്റെ അറയിൽ നിന്നും വെളിയിലേക്ക് പോവുക, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. നിങ്ങളുടെ തമാശ കേട്ട് ചിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ക്ലിയാൻഡർ അത് കേട്ട് അവിടെ നിന്നും മടങ്ങി പോവുകയല്ലായിരുന്നു ചെയ്തത്, മറിച്ച് ലുസില്ലയുടെ അരികിലേക്ക് വരികയായിരുന്നു. വളരെ അരികിൽ എത്തിച്ചേർന്നിട്ട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, ചക്രവർത്തിയുടെ ഒരു സുഹൃത്തായിട്ടല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ഞാനിവിടെ എത്തി നിൽക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടാണ്. കാരണം എനിക്കും പല ആഗ്രഹങ്ങളുണ്ട്, എനിക്കും ചില അധികാരങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ പ്ലാനിൽ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിന്നാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, എൻ്റെ സഹായം ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനിവാര്യമാണ്. ചക്രവർത്തിയുടെ അരികിൽ നിൽക്കാൻ സാധിക്കുന്ന, ചക്രവർത്തിയോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധ്യമാകും. നിങ്ങളുടെ പ്ലാനിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗ് നടക്കുന്നത് ഒരു സെനറ്റ് അംഗത്തിൻ്റെ വീട്ടിലാണ്. സമയം രാത്രിയാണ്. അവിടെ ഏതാനും സെനറ്റ് അംഗങ്ങളുണ്ട്. അതിനു പുറമെ ക്വിൻറ്റിയാനസ് എന്ന സെനറ്റ് അംഗങ്ങളുടെ ഒരു നേതാവുണ്ട്, ലുസില്ലയുണ്ട്, അവർക്കെല്ലാം പുറമെ ക്ലിയാൻഡറുമുണ്ട്. അവർ സംസാരിക്കുന്നത് ആ കൊലപാതകത്തെക്കുറിച്ചുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയെങ്കിലും കൊന്നുകളയണം. അതിനുചിതമായിട്ടുള്ളൊരു ദിവസമുണ്ട്. അത് ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ഗെയിം നടക്കുന്ന ആ ദിവസമാണ്. അതിനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി. കമ്മോഡസിനോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള 2 പേരുണ്ട്. ഒന്ന് സിറ്റോറസ് ആണ്, മറ്റൊന്ന് ക്ലിയാൻഡർ ആണ്. ക്ലിയാൻഡർ ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെയാണ്. ക്ലിയാൻഡർ വിചാരിച്ചു കഴിഞ്ഞാൽ സിറ്റോറസിനെ അവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ കമ്മോഡസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നടപടി നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. മാസങ്ങളോളം നീണ്ടു നിന്ന പ്ലാനുകളാണ്. ഈ പ്ലാനുകളൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് കമ്മോഡസും സിറ്റോറസും മറ്റൊരു പ്ലാനിങ്ങിലായിരുന്നു. വലിയൊരു ഗെയിം ആവിഷ്കരിക്കുക. 50,000 പേരോളം വന്ന് കാണുന്ന ഒരു ഗെയിമാണ്. അതിന് ധാരാളമായിട്ട് ഗ്ലാഡിയേറ്റേഴ്സ് വേണം. ഗ്ലാഡിയേറ്റേഴ്സ് ധാരാളമായിട്ട് അവിടെ ഉണ്ട്. അതിന് പുറമെ വന്യമൃഗങ്ങൾ വേണം. വന്യമൃഗങ്ങളുമായിട്ട് ഗ്ലാഡിയേറ്റേഴ്സ് ഏറ്റുമുട്ടുന്നതാണ്. അതൊക്കെ കണ്ട് രസിക്കാനായിട്ട് ഒരുപാട് ജനങ്ങൾ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഗെയിമിൻ്റെ ദിവസം എത്തിച്ചേർന്നു. ആ ദിവസത്തിൽ കമ്മോഡോസിനോടൊപ്പം അവർ 2 പേരും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ നിഴല് പോലെ ഉണ്ടായിരിക്കുന്ന ക്ലിയാൻഡറും സിറ്റോറസും. അവർ 2 പേരും ഇപ്പോൾ തെരുവിലാണ്. തെരുവിൽ അധികം ആളുകൾ ആരുമില്ല. അവരെല്ലാവരും തന്നെയും ആ മാമാങ്കം കാണാനായിട്ട് കൊളോസിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിറ്റോറസിന് ഇപ്പോൾ ചക്രവർത്തിയോടൊപ്പം ഉണ്ടായിരിക്കാനാണ് താല്പര്യം. പക്ഷേ അവനെ നിർബന്ധിച്ച് ആ തെരുവിലൂടെ കൊണ്ടുപോവുകയാണ് ക്ലിയാൻഡർ. അവൻ കൊണ്ടുപോകുന്നത് ഒരു വേശ്യാലയത്തിലേക്കാണ്. എന്തിനാണ് ഈ സമയം തന്നെ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് വേറെ സമയങ്ങളുണ്ടല്ലോ. ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണെന്നാണ് അതിന് മറുപടിയായിട്ട് ക്ലിയാൻഡർ പറയുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളുമായിട്ട് നമ്മളും ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. ചക്രവർത്തി ഇത് അറിയുകയില്ല. ഗെയിം ഒന്ന് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവനെ ആ ഒരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ധാരാളമായിട്ട് മദ്യം അവന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. നിരവധി സ്ത്രീകളെയും അവൻ്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് കൊളോസിയത്തിൽ ഗെയിമുകൾ ആരംഭിക്കാനുള്ള അനൗൺസ്മെൻറ്റ് കമ്മോഡസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കുകയാണ്. അതേസമയം സ്ട്രീറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രോത്തൽ ഹോമിൽ വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം, ഒരു ചതി അരങ്ങേറാൻ പോവുകയാണ്. മദ്യം തലയ്ക്ക് പിടിച്ച് നിരവധി സ്ത്രീകളോടൊപ്പം തൻ്റെ കർത്തവ്യമെല്ലാം മറന്നുകൊണ്ട് ഒരു ശയ്യയിൽ ശയിക്കുകയാണ് സിറ്റോറസ്. അവിടേക്ക് ഒളിപ്പിച്ചു വെച്ച ഒരു കത്തിയുമായിട്ട് ക്ലിയാൻഡർ എത്തിച്ചേരുന്നുണ്ട്. ക്ലിയാൻഡറിനെ അവിടെ കണ്ടപാടെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവിടെ നിന്നും പിൻവാങ്ങി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സിറ്റോറസിന് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ അവൻ്റെ നെഞ്ചിൽ ഒരു കത്തി ആഴ്ന്നിറങ്ങി. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കത്തി. തന്നോടൊപ്പം ചെറിയ പ്രായം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന, ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ടു വളർന്ന തൻ്റെ പ്രിയപ്പെട്ട ക്ലിയാൻഡർ തന്നെ കൊന്നിരിക്കുന്നു. അങ്ങനെ വലിയൊരു ചതി സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ ആ പാവപ്പെട്ടവൻ്റെ ജീവനും അവിടെ നഷ്ടമാവുകയാണ്. അതിനുശേഷം തൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കിയെടുക്കാനും ക്ലിയാൻഡർ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ മനോഹരമായിട്ടുള്ള ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനവും കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുകയാണ് കൊളോസത്തിൽ. അവിടെ നിരവധി ഗ്ലാഡിയേറ്റേഴ്സ് മരിച്ചു വീഴുകയാണ്.
ആളുകൾ അതെല്ലാം കണ്ട് സന്തോഷിക്കുകയും ആർത്ത് ഉല്ലസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കമ്മോഡസുമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം കമ്മോഡസ് തൻ്റെ രാജകീയമായിട്ടുള്ള കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഗ്ലാഡിയേറ്റേഴ്സ് കിടക്കുന്ന ആ അറയുടെ നേർക്ക് സഞ്ചരിക്കുകയാണ്. അതൊരു പതിവ് കാഴ്ച തന്നെയാണ്. വിജയിച്ചു വന്നിരിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സിനെ അനുമോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത്. ഇനിയും ധാരാളമായിട്ട് ഗ്ലാഡിയേറ്റേഴ്സ് യുദ്ധം ചെയ്യാനായിട്ട് ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അയാളുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു യാത്രയുണ്ടെന്ന് വ്യക്തമായിട്ട് തന്നെ ക്വിൻറ്റിയാനസിന് അറിയാവുന്നതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുക രണ്ട് പേരാണ്. ആ 2 പേരിൽ ഒരാൾ മരണമടഞ്ഞിരിക്കുന്നു, മറ്റൊരാൾ ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ കൂടിയാണ്. അങ്ങനെ കമ്മോഡസ് ഏകനായി ആ കോറിഡോറിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്താനായിട്ട് ക്വിൻറ്റിയാനസ് ശ്രമിക്കുന്നു. പക്ഷേ അതൊരു വിഫലമായിട്ടുള്ള ശ്രമമായിരുന്നു. അതിനെ അതിജീവിക്കാൻ കമ്മോഡസിന് സാധ്യമായി. ക്വിൻറ്റിയാനസ് വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ദൗത്യം വിശ്വസിച്ച് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കാനുള്ള ധൈര്യം ക്വിൻറ്റിയാനസിന് ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി ചതിക്കുകയാണെങ്കിൽ കമ്മോഡസ് ഇതെല്ലാം മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്വിൻറ്റിയാനസ് നേരിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അത് പരാജയമായിരുന്നു. നിസ്സാരമായിട്ട് കമ്മോഡസ് അയാളെ ഇടിച്ച് നിലത്തിടുന്നുണ്ട്. തൊട്ടുപുറകെ ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് പ്രൊട്ടേറിയൻ ഗാർഡും ഓടിയെത്തി. അവരെല്ലാവരും അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇവനെ കൊല്ലാൻ പാടില്ല, എനിക്കിതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിലുകൾ ലഭ്യമാകണം. ഈ ഒരു ഓർഡർ കൂടി പ്രൊട്ടേറിയൻ ഗാർഡിന് കമ്മോഡസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കമ്മോഡസിനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. മുൻപ് നടന്ന മൽപ്പിടുത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ച മുറിവാണ്. ഒരു ദാസ്യ അത് മരുന്ന് വെച്ച് കെട്ടുന്നുമുണ്ട്. അവിടേക്ക് വളരെ വിഷാദമായിട്ടുള്ള ഭാവത്തോടു കൂടി തന്നെ കടന്നു വരികയാണ് ക്ലിയാൻഡർ. ക്ലിയാൻഡറിൻ്റെ കയ്യിലും ഒരു മുറിവുണ്ട്. അത് കൃത്യമായിട്ട് വെച്ച് കെട്ടിയിട്ടുമുണ്ട്. ആ മുറിവ് കണ്ടപ്പോൾ ഞെട്ടലോടുകൂടി തന്നെ ചക്രവർത്തി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ക്ലിയാൻഡറിൻ്റെ അരികിലേക്ക് വരികയാണ്. ഓടി അരികിൽ വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തെരുവിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തെ പറ്റിയാണ്. ഒരു വലിയ ചതി സംഭവിച്ചിരിക്കുന്നു. നമ്മളെ എല്ലാവരെയും ചതിച്ചു കൊല്ലാനായിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സിറ്റോറസ് ഇവിടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി തന്നെയാണ് കമ്മോഡസ് അത് ചോദിച്ചത്. അതിന് മറുപടി പറയാൻ സാധിക്കാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ക്ലിയാൻഡർ. എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമായില്ല. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കമ്മോഡസിന് ഈ ലോകം തന്നെ അവസാനിക്കുന്നതായിട്ട് തോന്നി. ഒരു വലിയ ചതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെയും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അതിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പ്രതികാരം വീട്ടണം. ആകെ ഇനി വിശ്വസിക്കാൻ പറ്റുന്നത് ഈ മുൻപിൽ നിൽക്കുന്ന ക്ലിയാൻഡർ മാത്രമാണ്. ക്ലിയാൻഡറിനോട് ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് ക്വിൻറ്റിയാനസിനെ ചോദ്യം ചെയ്യുക. അയാളിപ്പോൾ ജയിലറയിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും കണ്ടെത്തണം. ഓരോരുത്തരെയായിട്ട് കൊന്നുകളയണം. എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാനായിട്ട് ഇനി നീ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ആ ചക്രവർത്തിക്ക് അറിയുകയില്ലായിരുന്നു ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ശരിക്കും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്താണെന്ന്. എന്തു വില കൊടുത്തും പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശത്രുക്കളെയും ഞാൻ വകവരുത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ക്ലിയാൻഡർ നേരെ ജയിലിലേക്ക് പോവുകയാണ്. ജയിലിലേക്ക് എന്തിനായിരിക്കും പോകുന്നത്? അത് തീർച്ചയായിട്ടും ക്വിൻറ്റിയാനസിനെ കൊന്നുകളയാൻ വേണ്ടിയാണ്. കാരണം ക്വിൻറ്റിയാനസ് വഴിയാണ് ചക്രവർത്തിക്ക് ക്ലിയാൻഡറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഈ പ്ലാനിങ്ങിൻ്റെ എല്ലാം ഉള്ളിൽ ക്ലിയാൻഡർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ചക്രവർത്തി ഒരിക്കലും അറിയാൻ പാടില്ല. ക്ലിയാൻഡർ ജയിലറയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ക്വിൻറ്റിയാനസിനും കാര്യങ്ങൾ ബോധ്യമുണ്ടായിരുന്നു. എന്നെ കൊല്ലരുത്, ഞാൻ നിങ്ങളെ ആരെയും ഒറ്റപ്പെടുത്തുകയില്ല, എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കി എന്നെ കൂടി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പക്ഷേ ക്ലിയാൻഡറിൻ്റെ മുൻപിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാള് കൃത്യമായിട്ട് ക്വിൻറ്റിയാനസിൻ്റെ വായിലൂടെ കുത്തി ഇറക്കുകയാണ് ഉണ്ടായത്. ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആത്മാർത്ഥ സുഹൃത്തിനെ കൊല്ലാൻ സാധിക്കുന്ന ക്ലിയാൻഡറിന് ഇത് വെറും നിസ്സാരമായിട്ടുള്ള ഒരു ദൗത്യം മാത്രമാണ്. ശേഷം അയാൾ മടങ്ങി ചക്രവർത്തിയുടെ മുൻപിലെത്തുന്നുണ്ട്. ശേഷം ഒരു വ്യക്തിയുടെ പേരാണ് പറയുന്നത്. ചക്രവർത്തി വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഒടുവിൽ ക്വിൻറ്റിയാനസ് കുറ്റം സമ്മതിച്ചു. ഇതിൻ്റെ എല്ലാം സൂത്രധാര അത് താങ്കളുടെ പ്രിയപ്പെട്ട മൂത്ത ചേച്ചിയായ ലുസില്ലയാണ്. കമ്മോഡസിന് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് അത് ഉണ്ടാക്കിയെടുത്തത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരി, താൻ അമ്മയ്ക്ക് തുല്യം കാണുന്ന സഹോദരി ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ലൂസില്ലയെ ഇവിടേക്ക് കൊണ്ടുവരിക, ഒപ്പം ക്വിൻറ്റിയാനസിനെയും കൊണ്ടുവരിക. ക്വിൻറ്റിയാനസ് ഇപ്പോൾ ജീവനോടെ ഇല്ല. താങ്കൾ ക്ഷമിക്കണം. ഒരുപാട് പീഡിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അയാൾ ലുസില്ലയുടെ പേര് പറഞ്ഞത്.
അതിനുശേഷം അയാൾ മരണമടയുകയായിരുന്നു. എനിക്ക് അതിനൊന്നും തന്നെ ചെയ്യാൻ സാധ്യമായില്ല. എങ്കിൽ ലുസില്ലയെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായി കമ്മോഡസ് ഓർഡർ കൊടുത്തു. തൻ്റെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കുന്ന ലുസില്ലയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു കമ്മോഡസിന്. എന്തിനാണ് ഈ വലിയ ചതി ചെയ്തത്? ഞാൻ നിങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല. ഒരു ചേച്ചിയുടെ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും നിങ്ങൾ കൊന്നുകളഞ്ഞത്? ലുസില്ല തറപ്പിച്ചു തന്നെ പറഞ്ഞു, എനിക്ക് അധികാരം വേണമായിരുന്നു. എൻ്റെ അധികാരം നഷ്ടമാകുന്നത് നിനക്ക് അധികാരം ലഭ്യമായതോടുകൂടിയാണ്. അതിനു മുൻപ് വരെ ഞാനായിരുന്നു ഇവിടുത്തെ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീ. ആ അധികാരം എനിക്ക് മടക്കി കിട്ടണമായിരുന്നു. അച്ഛനും അമ്മയും എന്നെ പ്രിയപ്പെട്ട ഒരു പുത്രിയായിട്ട് തന്നെയാണ് വളർത്തിയത്. പക്ഷേ നീ ജനിച്ചതിന് ശേഷം അവരെന്നെ ആ കണ്ണുകൊണ്ട് കണ്ടിട്ടേയില്ല. പിന്നീട് അവർക്ക് പ്രിയപ്പെട്ടത് നീ മാത്രമായിരുന്നു. നിന്നെ അടുത്ത ചക്രവർത്തി ആക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനൊപ്പം തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ വളർന്നു വന്നു. എനിക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു. നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമായിരുന്നു. ക്ലിയാൻഡർ അവളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശിക്കുകയുണ്ടായി. എന്നാലും സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്ന നീയൊക്കെ ഒരു സ്ത്രീയാണോ? ലുസില്ലയ്ക്ക് വലിയ അത്ഭുതം തോന്നി. തന്നോടൊപ്പം തന്നെ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ക്ലിയാൻഡർ ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നു. തനിക്കെതിരെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തന്നെ ഒറ്റിക്കൊടുത്തിരിക്കുന്നത് ഈ നിൽക്കുന്ന ക്ലിയാൻഡർ തന്നെയാണ്. അത് ചക്രവർത്തിയോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വിഫലമായിട്ട് മാറുകയായിരുന്നു. ഇങ്ങനെ ക്ലിയാൻഡർ പറയുന്നതിന് പ്രതികാരമായിട്ട് ക്ലിയാൻഡർ കൂടി ഇതിലുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണെന്നാണ് ചക്രവർത്തിക്ക് തോന്നിയത്. അതിൽ ചക്രവർത്തിയെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം ക്ലിയാൻഡറിൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന വലിയ മുറിവ് തന്നെയാണ്. ക്ലിയാൻഡറിനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ക്ലിയാൻഡർ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരി ലുസില്ല ഒരു വലിയ പാതകം ചെയ്തിരിക്കുന്നു. ചക്രവർത്തിയെ തന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ അവളെ കൊല്ലാനായിട്ടുള്ള മനസ്സ് അയാൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട് കടത്താനാണ് അയാൾ തീരുമാനിച്ചത്. റോമിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന റോമിലെ തന്നെ ഒരു പ്രാധാന്യമർഹിക്കുന്ന ദ്വീപായിട്ടുള്ള ക്യാപ്രിയിലേക്കാണ് അവളെ അയക്കുന്നത്. അവിടെ ഒരു ചക്രവർത്തിനിയെ പോലെ തന്നെയാണ് അവൾ താമസിക്കുന്നത്. എല്ലാ രീതിയിലുള്ള സുഖലോലുപതയിലും അവൾ അവിടെ കഴിയുകയാണ്. പക്ഷേ അവിടെ ഒരു വലിയ കൊലപാതകം നടക്കുന്നുണ്ട്. ഒരു പ്രൊട്ടേറിയൻ ഗാർഡ് അവളെ കൊന്നുകളയുകയാണ്. പലരും ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ പേരും പറയുന്നത് ചക്രവർത്തി തന്നെ ഇത് രഹസ്യമായിട്ട് ചെയ്യിച്ചതാണെന്നാണ്. കാരണം തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ചേച്ചി എന്നും തനിക്കൊരു വെല്ലുവിളിയായിട്ട് മാറുന്നതാണ്. പക്ഷേ നേരിട്ട് കൊന്നുകളഞ്ഞാൽ ആ ഒരു ചീത്തപ്പേര് തൻ്റെ തലയ്ക്ക് മുകളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാട് കടത്തിയിട്ട് അവിടെ വെച്ച് സഹോദരിയെ കൊന്നുകളയുന്നത്. വേറെ ചില ആളുകൾ പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ക്ലിയാൻഡർ ആണെന്നാണ്. കാരണം ലുസില്ലയെ കൊല്ലുക എന്നത് ക്ലിയാൻഡറിൻ്റെ ആവശ്യമാണ്. ലുസില്ലയ്ക്കാണ് അറിയാവുന്നത് ക്ലിയാൻഡർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്ന്. കൊലപാതകങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ക്ലിയാൻഡർ പിന്നെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ സെനറ്റ് അംഗങ്ങളെയും കൊന്നുകളയുകയാണ്. പക്ഷേ അയാൾ ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. ആ അബദ്ധം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഈ കൊലപാതകങ്ങൾക്കെല്ലാം ശേഷം വളരെയധികം വിശിഷ്ടപ്പെട്ട ആ ഒരു അധികാരം, ആ ഒരു റിങ് ക്ലിയാൻഡറിനും വെച്ച് കൊടുക്കുകയാണ്. ആ റിങ്ങുമായിട്ടാണ് പിന്നീട് അയാൾ സെനറ്റ് ഹാളിലേക്ക് പോകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ സിറ്റോറസിനെ പോലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ക്ലിയാൻഡർ. അയാൾ പണത്തിനോട് വളരെ ആർത്തിയുള്ളൊരു വ്യക്തിയായിരുന്നു. സിറ്റോറസിനെ പോലെ നല്ലൊരു മനുഷ്യനായിരുന്നില്ല. റോമിൽ ഒരുപാട് അധികാര സ്ഥാനങ്ങളുണ്ട്. ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ. ആ അധികാര സ്ഥാനങ്ങളെല്ലാം പണം വാങ്ങി പലർക്കായിട്ട് അയാൾ കാഴ്ചവെച്ചു. അതിനു പുറമെ സെനറ്റ് ഹാളിൽ സെനറ്റ് മെമ്പേഴ്സായിട്ട് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട തന്നെപ്പോലുള്ള ഫ്രീമെൻസിനെയും ഉൾപ്പെടുത്തി. ആ ഫ്രീമെൻസ് ഒക്കെ തന്നെയും അയാളുടെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. അതായത് ഇപ്പോൾ സെനറ്റിൽ അധികാരമുള്ളത് ഡിയോയ്ക്കല്ല, ഡിയോയേക്കാൾ അധികാരം ഇപ്പോൾ ക്ലിയാൻഡറിനാണ് ഉള്ളത്. കാരണം അയാളുടെ വേണ്ടപ്പെട്ട ആളുകളെ അവിടെ കുത്തി നിറച്ചിരിക്കുകയാണ്. അത് റോമൻ ചരിത്രത്തിൽ തന്നെ നടക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയാൻഡർ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ അവിടെ ചെയ്ത് കൂട്ടിയത് അത് ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. റോമിൻ്റെ ചരിത്രത്തിൽ സെനറ്റ് അംഗങ്ങളെല്ലാവരും ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളാണ്. മുമ്പുണ്ടായിരുന്ന സെനറ്റ് അംഗങ്ങളുടെ പിൻഗാമികളാണ്. പക്ഷേ അതിനെല്ലാം മാറ്റം കുറിച്ചുകൊണ്ട് പല അടിമകളെയും അടിമസ്ഥാനത്ത് നിന്നും മാറി പിന്നീട് ഫ്രീമെന്നായിട്ട് മാറിയിട്ടുള്ള വ്യക്തികളെയും സെനറ്റിലേക്ക് അയാൾ തിരികെ കയറ്റുകയാണ്. അത് ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കാസിയസ് ഡിയോയ്ക്ക് ഇതൊട്ടും തന്നെ സഹിക്കുമായിരുന്നില്ല. കാസിയസ് ഡിയോയ്ക്ക് മാത്രമല്ല ഒരു സെനറ്റ് അംഗങ്ങൾക്കും അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അതെല്ലാം
ഉന്നത ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ കുത്തകയാണ്. അതൊക്കെ തന്നെ നഷ്ടമായിരിക്കുന്നു. പക്ഷേ ചക്രവർത്തിയായ കമ്മോഡസിന് അതിനോടൊട്ടും തന്നെ വിരോധമുണ്ടായിരുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെയും അടിമകളോ അല്ലെങ്കിൽ അടിമസ്ഥാനത്ത് നിന്നും കരകയറി വന്നിട്ടുള്ള ഫ്രീമെന്നോ ഫ്രീ വുമണോ ആണ്. ഇനി വേണ്ടത് ജനങ്ങളുടെ പിന്തുണയാണ്. ജനങ്ങളുടെ പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് വേണമെങ്കിൽ ഈ അധികാരം ഉറപ്പിക്കാം. ചക്രവർത്തിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയുക, അതിനുശേഷം തനിക്ക് അധികാരത്തിലേക്ക് എത്തിച്ചേരാം. സെനറ്റിൻ്റെ അംഗീകാരം ഇപ്പോൾ തനിക്കാണ് ഉള്ളത്. ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം? ഒരു വലിയ പ്രശ്നം അങ്ങ് സൃഷ്ടിച്ചാലോ? ഒരു വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിയെടുത്താലോ? റോമിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ജനസംഖ്യയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ്. പക്ഷേ അത്രയും ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ റോം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതൊക്കെ തന്നെയും ഇറക്കുമതി ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഈ ധാന്യമണികൾ എത്തിച്ചേരുന്നത് ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള അലക്സാൻഡ്രിയയിൽ നിന്നാണ്. അവിടെ ഒരു ചെറിയ കളി കളിക്കാനായിട്ട് ക്ലിയാൻഡർ തീരുമാനിക്കുകയാണ്. റോമിലേക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചേർന്നില്ലെങ്കിലോ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യക്ഷാമമായിരിക്കും അത് സൃഷ്ടിക്കുക. ചക്രവർത്തിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഒരു ഹീറോയെ പോലെ ആളുകൾക്ക് സൗജന്യമായിട്ട് താൻ ധാന്യമണികൾ കൊടുത്താൽ ആളുകൾ തൻ്റെ ഒപ്പം നിൽക്കും. ചക്രവർത്തിയെ പിന്നീട് അനായാസമായിട്ട് പുറത്താക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തന്ത്രമാണ് അയാൾ പയറ്റാൻ ശ്രമിക്കുന്നത്. പതിയെ പതിയെ റോമിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി തുടങ്ങി. ഇതിലൊന്നും കമ്മോഡസ് ഇടപെടുന്നില്ല. അയാൾ എല്ലാ കാര്യങ്ങളും ക്ലിയാൻഡറിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ കമ്മോഡസിന് വലിയ രീതിയിലുള്ള ഡിപ്രഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ തൻ്റെ ഭാര്യയായ ക്രിസ്പീനയ്ക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ സാധ്യമായില്ല. ഒരു രാജ്ഞിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഒരു പെൺകുഞ്ഞിനെ പോലും ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിട്ടില്ല. ആൺകുഞ്ഞിനെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടും വേണ്ടത്. കാരണം അടുത്ത പിൻഗാമി ഒരു ആൺകുട്ടിയാണ്. അതിൽ വലിയ രീതിയിലുള്ള ഡിപ്രഷനുണ്ട്. ആ ഡിപ്രഷൻ ക്രിസ്പീനയോട് അയാൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ക്രിസ്പീനയുടെ അടുത്തേക്ക് പോലും അയാൾ പോകാൻ കൂട്ടാക്കുന്നില്ല. ചക്രവർത്തിക്കും ചക്രവർത്തിനിക്കും ഒരുപാട് അടിമകളുണ്ട്. പുരുഷന്മാരായിട്ടുള്ള അടിമകളുണ്ട്, സ്ത്രീകളായിട്ടുള്ള അടിമകളുമുണ്ട്. ആ അടിമകളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താനായിട്ട് പലപ്പോഴും ചക്രവർത്തി ശ്രമിക്കുന്നതാണ്. ചക്രവർത്തിനിക്ക് അതിനുള്ള അധികാരമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചക്രവർത്തിനിയെ കൊല്ലാനോ നാട് കടത്താനോ ഉള്ള ഉത്തരവായിരിക്കും അല്ലെങ്കിൽ ശിക്ഷയായിരിക്കും ലഭ്യമാവുക. പക്ഷേ ചക്രവർത്തിക്ക് എന്തും സാധ്യമാകും. ആരോടെങ്കിലും ഒരു മോഹം തോന്നിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം ചക്രവർത്തിക്ക് അവരെ തൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എല്ലാ ചക്രവർത്തിമാർക്കും അത്തരത്തിലുള്ള നിരവധി സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എല്ലായ്പ്പോഴും അടിമകളായിട്ട് തന്നെയാണ് തുടർന്നു പോകുന്നത്. പക്ഷേ അവർക്കൊരു സ്ഥാനപ്പേര് വീണ് കിട്ടുന്നതാണ്. കോൺകുവൈൻ എന്നാണ് ആ സ്ഥാനപ്പേര്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെപ്പാട്ടി. കമ്മോഡസിനും ഒരു കോൺകുബൈനുണ്ട്. അവരുടെ പേര് മാഴ്സിയ എന്നാണ്. പക്ഷേ മറ്റുള്ള കോൺകുബൈനെ പോലെ അല്ല മാഴ്സിയ. മാഴ്സിയയ്ക്ക് എല്ലാ രീതിയിലുള്ള അധികാരങ്ങളും അയാൾ കുറേശ്ശെയായിട്ട് കൊടുക്കുകയാണ്. ചക്രവർത്തിനിയേക്കാൾ, അതായത് ക്രിസ്പീനയേക്കാൾ അയാൾ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് ഇപ്പോൾ മാഴ്സിയയ്ക്കാണ്. അത് കുറേശ്ശെയായി അവളിലേക്ക് എത്തിച്ചേർന്ന അധികാരമാണ്. ഇവിടുത്തെ വിചിത്രമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഴ്സിയയുടെ ഭർത്താവായിട്ടുള്ള എക്ലെക്ടസും ഇതേ ചക്രവർത്തിയുടെ തന്നെ അടിമയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ് അവരുടെ അടിമകളായിട്ട് തുടർന്നു പോകുന്നത്. ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് പോലും മാഴ്സിയെ സ്നേഹിക്കാനായിട്ട് അയാൾ മടി കാണിക്കുമായിരുന്നില്ല. അതിനുള്ള അധികാരവും അയാൾക്കുണ്ടായിരുന്നല്ലോ. മാഴ്സിയെ തൻ്റെ ഭാര്യയെ പോലെ തന്നെയാണ് അയാൾ കണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ക്രിസ്പീനയെ ഒഴിവാക്കണം. ക്രിസ്പീനയെ മാന്യമായ രീതിയിൽ വേണം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനു വേണ്ടി കാത്തിരുന്നു. അങ്ങനൊരു സമയം വൈകാതെ തന്നെ എത്തിച്ചേർന്നു. വലിയ രീതിയിലുള്ള പ്ലേഗ് അല്ലെങ്കിൽ പകർച്ചവ്യാധി റോമിൽ വ്യാപിക്കാൻ തുടങ്ങി. ഭക്ഷ്യക്ഷാമം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടുകൂടി തന്നെ പ്ലേഗും വലിയ രീതിയിൽ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ പ്ലേഗ് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്പീനയോട് അയാൾ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, നീ എത്രയും പെട്ടെന്ന് കാപ്രി ദ്വീപിലേക്ക് പോവുക, അവിടെ സുരക്ഷിതയായിട്ട് നിൽക്കുക, ഇവിടെ വലിയ അപകടം തന്നെയാണ്. അപ്പോൾ ക്രിസ്ത്യാന വിചാരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് അവിടേക്ക് മാറ്റി നിർത്തുന്നതാണ്, കൂടാതെ ചക്രവർത്തിയും അവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കുമെന്നാണ്. പക്ഷേ ചക്രവർത്തിക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അയാൾക്ക് മാഴ്സിയോടൊപ്പം തന്നെ റോമിൽ നിൽക്കാനായിരുന്നു താല്പര്യം. ക്രിസ്പീനയെ അയാൾ അവിടെ നിന്നും ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് ചരിത്രരേഖകളിലൊന്നും തന്നെ ക്രിസ്പീനയുടെ പേര് പരാമർശിക്കുന്നില്ല. ക്രിസ്പീന എക്കാലത്തേക്കുമായിട്ട് കാപ്രിയിൽ വസിച്ചു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മാഴ്സിയയുടെ ഒരു കാലഘട്ടമാണ്.
റോമിലെ ഏറ്റവും ശക്തിയായിട്ടുള്ള യുവതിയായിട്ട് മാർസിയ മാറുകയാണ്. ഒരു അടിമ സ്ത്രീയാണ്. കമ്മോഡസ് അടിമകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് അയാളുടെ നന്മയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ മറ്റുള്ള ചക്രവർത്തികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് അടിമകൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുകയാണ്. ഡിയോയ്ക്ക് നാട്ടിലെ ഭക്ഷ്യക്ഷാമവുമായി ബന്ധപ്പെട്ട് വലിയ സംശയം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അലക്സാണ്ട്രിയയിലേക്ക് ഒരു ദൂതനെ അയക്കുന്നുണ്ട്. ഈ ഭക്ഷ്യക്ഷാമത്തിൻ്റെ പിന്നിലുള്ള റീസൺ അറിയാൻ വേണ്ടിയാണ് അയച്ചത്. പക്ഷേ ദൂതൻ അയാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് എത്തിച്ചേർന്നത്. ഭക്ഷ്യക്ഷാമം അലക്സാണ്ട്രിയയിലില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കൊയ്ത്ത് തന്നെ നടന്നിട്ടുണ്ട്. ധാരാളമായിട്ട് ധാന്യമണികൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു വിഹിതവും അവർ അയച്ചിരിക്കുന്നത് റോമിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ധാന്യമണികൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഒരുപാട് അന്വേഷണങ്ങളാണ് ഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അലക്സാണ്ട്രിയയിൽ നിന്ന് ഷിപ്പുകളൊക്കെ കൃത്യമായിട്ട് റോമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിയാൻഡർ അയാളുടെ അധികാരം ഉപയോഗിച്ച് ആ ഷിപ്പുകളെയൊക്കെ റീറൂട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. മറ്റൊരിടത്ത് അതെല്ലാം ശേഖരിച്ച് വെക്കുകയായിരുന്നു. അയാൾ കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് വേണം തനിക്ക് ഈ ധാന്യമണികളുമായിട്ട് റോമിലേക്ക് എത്തിച്ചേരാൻ. പക്ഷേ റോമിലെ സംഭവ വികാസങ്ങൾ ക്ലിയാൻഡറിൻ്റെ ചിന്തകൾക്കുമൊക്കെ അപ്പുറമായിരുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമമുണ്ട്. അതിന് പുറമെ അവിടെ വലിയ പകർച്ചവ്യാധി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വലിയൊരു റൂമറും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചോർന്നതെന്ന് അറിയുകയില്ല. പക്ഷേ ആ റൂമർ സത്യമായിരുന്നു എന്നതാണ് വാസ്തവം. ഈ ഭക്ഷ്യക്ഷാമം കൃത്രിമമായിട്ടുള്ള ഒരു ഭക്ഷ്യക്ഷാമമാണ്. ഇത് വരുത്തി വച്ചിരിക്കുന്നത് ചക്രവർത്തിയല്ല, മറിച്ച് ക്ലിയാൻഡറാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മുദ്രാവാക്യങ്ങളും ചുമർ ചിത്രങ്ങളും ഒക്കെ റോമൻ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് നമ്മൾ നമ്മുടെ റോഡുകളിലൊക്കെ പോസ്റ്ററുകൾ കാണുകയില്ലേ? അത്തരത്തിലുള്ള ആദ്യകാല പോസ്റ്ററുകൾ. അതൊരു പേപ്പറിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലായിരിക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയാൻഡറിന് തെരുവിലൂടെ നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അയാളെ കയ്യിൽ കിട്ടിയാൽ നാട്ടുകാർ കൊന്നുകളയും. അങ്ങനെ അയാൾ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. കമ്മോഡസിന് മുമ്പിൽ എങ്ങനെയെങ്കിലും തന്നെ രക്ഷപ്പെടുത്തണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തെരുവിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അയാൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ധാന്യമണികൾ ആ സിറ്റിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് കമ്മോഡസിനോട് പറയാൻ സാധിക്കുമോ? കമ്മോഡസ് ക്ലിയാൻഡറിനോട് ചോദിക്കുകയായിരുന്നു, എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ആളുകൾ പറയുന്നത് ശരിയാണോ? ഈ ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ നിൻ്റെ പേര് തന്നെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടായിരിക്കുകയില്ലേ? ക്ലിയാൻഡർ അതൊക്കെ തന്നെയും നിഷേധിച്ചു. പക്ഷേ ഡിയോയുടെ പ്രയത്നം കാരണം അത് ഒരു കോർട്ട് റൂമിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു വിചാരണയ്ക്ക് വിധേയമാവുകയാണ്. സെനറ്റ് ഹാളിൽ വെച്ച് തന്നെയാണ് ആ വിചാരണ നടക്കുന്നത്. ആ വിചാരണയിൽ ക്ലിയാൻഡറും ഡിയോയും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ക്ലിയാൻഡറിൻ്റെ വാദം വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമമാണ് ഈജിപ്തിൽ സംഭവിക്കുന്നതെന്നാണ്. പക്ഷേ രേഖകൾ സഹിതം ഡിയോയ്ക്ക് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധ്യമായി. കൃത്യമായിട്ട് അവിടെ നിന്ന് ഷിപ്പുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ ഡിയോയുടെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലിയാൻഡറിൻ്റെ വാദം മറ്റൊന്നായി. അവിടെ നിന്ന് ധാരാളം ഷിപ്പുകൾ പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റ് കാരണം അതൊക്കെ നശിച്ചു പോയതായിരിക്കാം. വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെയല്ലേ? ആ ഉത്തരത്തിൽ തന്നെ ഡിയോയ്ക്ക് ഒരു പിടിവള്ളി ഉണ്ടായിരുന്നു. അതെ, അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 1000 വർഷമായിട്ട് നടക്കാത്ത രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത്രയും ഷിപ്പുകളും ഒറ്റയടിക്ക് ഇല്ലാതെയാകാനുള്ള കാരണം നീ കളിച്ച ഒരു നാടകമല്ലേ? നീ അതൊക്കെ എവിടെയോ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് നിനക്കൊരു കളി കളിക്കാൻ വേണ്ടിയാണ്. ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ജനങ്ങളുടെ മുൻപിലേക്ക് ഒരു രക്ഷകനായിട്ട് അവതരിക്കാൻ വേണ്ടി മാത്രമാണ്. കമ്മോഡസിനും അതിലൊരു യുക്തി തോന്നി. പക്ഷേ ക്ലിയാൻഡറിൻ്റെ ഒരു നാടകമാണ് അവിടെ കാണാൻ സാധ്യമായത്. അയാൾ കരഞ്ഞുകൊണ്ട് വാദിച്ചു, ഒരിക്കലും എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം എൻ്റെ ആത്മസുഹൃത്താണ് കമ്മോഡസ്. കമ്മോഡസ് അതിൽ വീണുപോയി. പക്ഷേ ഡിയോയുടെ പക്കൽ മറ്റൊരു ആയുധം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ക്ലിയാൻഡർ വിട്ടുപോയിട്ടുള്ള ഒരു ഏടായിരുന്നു. അത് ടിറ്റിയാന എന്ന ലുസില്ലയുടെ അടിമ സ്ത്രീയായിരുന്നു. ടിറ്റിയാനയെ കണ്ടപ്പോൾ തന്നെ ക്ലിയാൻഡർ ആക്രോശിച്ച് ടിറ്റിയാനയുടെ നേർക്ക് തിരിയുകയായിരുന്നു. നീ എന്ത് ചതി പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? ഇവൾ പറയുന്നത് ഒന്നും തന്നെ വിശ്വസിക്കരുത്. ടിറ്റിയാനയോട് ആയിട്ട് കമ്മോഡസ് ചോദിച്ചു, എന്താണ് നിനക്കിവിടെ പറയാനുള്ളത്? നീ എന്ത് കള്ളക്കഥയാണ് ക്ലിയാൻഡറിനെതിരെ പറയാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കള്ളക്കഥയും പറയാനില്ല. ഇവിടെ സംഭവിച്ച വലിയ ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് മരണമടഞ്ഞിരിക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ടവർ കൂടിയാണ്.
എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. കാരണം ഭക്ഷ്യക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള അടിമകളെയാണ്. എനിക്കെൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടു. അതിൻ്റെ എല്ലാം കാരണക്കാരൻ അത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന ക്ലിയാൻഡറാണ്. അതെങ്ങനെ നിനക്ക് പറയാൻ സാധിക്കും? കമ്മോഡസിന് സംശയമായി. നിനക്ക് എന്ത് തെളിവാണ് പറയാനുള്ളത്? എനിക്ക് ഈ ഭക്ഷ്യക്ഷാമവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനില്ല. പക്ഷേ ഞാനൊരു സാക്ഷിയായിരുന്നു. ലുസില്ല പ്ലാൻ ചെയ്തത് എൻ്റെ മുൻപിൽ വെച്ചായിരുന്നു. കാരണം ഞാൻ അവരുടെ അടിമ സ്ത്രീയാണ്. അവർ നടത്തുന്ന പ്ലാനിങ്ങുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കാണ്. ആരൊക്കെയാണ് ആ പ്ലാനിങ്ങിൽ ഭാഗമായിരുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിലെ ഏറ്റവും വലിയ കണ്ണിയാണ് ഈ നിൽക്കുന്ന ക്ലിയാൻഡർ. കമ്മോഡസിന് അതുതന്നെ ധാരാളമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സഹോദരി ലുസില്ലയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതേ കാര്യം തന്നെ ടിറ്റിയാനയും ആവർത്തിക്കുകയാണ്. അതിൻ്റെ അർത്ഥം രണ്ടും ശരിയാണ്. ക്ലിയാൻഡർ വലിയ ചതി തന്നെ ചെയ്തിരിക്കുന്നു. മറ്റൊന്നും ചോദിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് ക്ലിയാൻഡറിൻ്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തി ഇറക്കുകയാണ് കമ്മോഡസ്. ശേഷം ആ ശവശരീരം തെരുവിലൂടെയൊക്കെ വലിച്ചിഴച്ചു. ക്രൂരമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ്. പക്ഷേ ജനങ്ങൾ അത് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയായിരുന്നു. അവർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ് ചക്രവർത്തി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ കമ്മോഡസിന് എല്ലാം നഷ്ടമായിരുന്നു. തനിക്കിനി ആരെയാണ് വിശ്വസിക്കാൻ സാധ്യമാകുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ വിട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവനെന്ന് വിചാരിച്ച ആൾ തന്നെ ചതിച്ചിരിക്കുന്നു. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ റോമിൽ വലിയ രീതിയിലുള്ള അഗ്നിബാധയും സംഭവിച്ചു. ഇപ്പോൾ അവിടെ 3 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ഭക്ഷ്യക്ഷാമം, മറ്റൊന്ന് അഗ്നിബാധ, മൂന്നാമത്തേത് വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി. ഇതുകൊണ്ടൊക്കെ നാട് നട്ടം തിരിയുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ചക്രവർത്തിക്കെതിരെ തിരിയുന്നതാണ്. അവരെല്ലാവരും പറയുന്നത് ചക്രവർത്തിയെ ദൈവത്തിന് കണ്ടുകൂടാ, ദൈവത്തിൻ്റെ ദേഷ്യമാണ് നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും. ചക്രവർത്തിയെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക. ഇങ്ങനെയൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ സാധാരണഗതി ചക്രവർത്തിമാർ ചെയ്യുന്നത് ഒരു യുദ്ധം നടത്തുകയാണ്. യുദ്ധം നടത്തി യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ദൈവം ചക്രവർത്തിയോടൊപ്പം തന്നെയാണ്, അതുകൊണ്ടാണ് യുദ്ധം വിജയിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ യുദ്ധം നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. സാമ്പത്തികമായിട്ടും തകർന്നടിഞ്ഞിരിക്കുന്നു. ഒരുപാട് പട്ടാളക്കാർ പകർച്ചവ്യാധി വന്ന് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ പരാജയപ്പെടുക മാത്രമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല സെനറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് കമ്മോഡസിന് ഒരു കടുങ്കൈ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. അയാളൊരു സെനറ്റ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ സെനറ്റ് മീറ്റിങ്ങിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം അവതരിപ്പിച്ചു. ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരു വലിയ ഗെയിം തന്നെ നടത്തണം. ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഗെയിം. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗെയിം. ഡിയോയ്ക്കും അത് നല്ലൊരു ആശയമായിട്ട് തോന്നി. പണത്തിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ ജനങ്ങളുടെ ഈ ഒരു പ്രക്ഷോഭം അവസാനിപ്പിക്കണമെങ്കിൽ അവരെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കണം. അങ്ങനെ ഒരു ഗ്ലാഡിയേറ്റർ ഗെയിംസ് നടത്താമെന്ന് തന്നെ ഡിയോയും മറ്റ് സെനറ്റ് അംഗങ്ങളും സമ്മതിച്ചു. പക്ഷേ അവരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം കൂടി ചക്രവർത്തിക്ക് പറയാനുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്ലാഡിയേറ്ററായിട്ട് മാറാൻ പോവുകയാണ് താൻ. അതെ, ഈ യുദ്ധത്തിൽ ഈ ഗെയിമിൽ ഞാനും പങ്കെടുക്കുന്നതാണ്. ഗ്ലാഡിയേറ്റർ ഗെയിം എന്ന് പറയുന്നത് ഒരു ചില്ലറ ഗെയിമല്ല. അതിൽ നിരവധി അടിമകൾ പരസ്പരം പോരാടുന്നതാണ്. ഈ അടിമകളാണ് ഗ്ലാഡിയേറ്റേഴ്സ്. അവരെല്ലാം ശക്തരായിട്ടുള്ള അടിമകൾ തന്നെയാണ്. ഒരുപാട് ആരോഗ്യമുള്ള, ഒരുപാട് പരിശീലനം നേടിയിട്ടുള്ള അടിമകളാണ്. ഒരാൾ ജയിക്കണമെങ്കിൽ എതിരാളിയെ തീർച്ചയായിട്ടും കൊല്ലണം. ഒരുപക്ഷെ എതിരാളിയായിട്ട് വരുന്നത് ഒരു മൃഗമായിരിക്കും. ആ മൃഗത്തെയും കൊല്ലണം. ആ ഗെയിമിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചാണ് കമ്മോഡസ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന സെനറ്റ് അംഗങ്ങളെല്ലാം അതിനെ എതിർത്ത് സംസാരിച്ചു. അത് വലിയ അപകടമാണ്, താങ്കൾ വിചാരിക്കുന്നത് പോലെയല്ല. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിശക്തരാണ്. അവർക്ക് ഒടുക്കത്തെ ആരോഗ്യമാണ് ഉള്ളത്. അവർക്കെതിരെ പോരാടി നിൽക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. പക്ഷേ കമ്മോഡസ് എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അതിൽ നിന്നും പിന്മാറാൻ കൂട്ടാക്കിയില്ല. 12 വർഷമായി താൻ അധികാരത്തിലേറിയിട്ട് ആ 12 വർഷം കൊണ്ട് തനിക്ക് കാര്യമായിട്ടൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെടുക്കണം, ഒരു വലിയ ഹീറോ ആയിട്ട് മാറണം, ചരിത്രരേഖയിൽ സ്വർണ്ണ ലിപി കൊണ്ട് തൻ്റെ പേര് എഴുതി വെക്കണം. അതിന് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പുകളാണ്. ഗെയിം സംഘടിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളുണ്ട്. അതിന് പുറമേ കമ്മോഡസിന് പരിശീലനം നേടണം. ഏറ്റവും മികച്ച ഒരു പരിശീലകനെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏറ്റവും മികച്ച ഗ്ലാഡിയേറ്റർ ആയിട്ടുള്ള, റോമിൻ്റെ തന്നെ പൊതു ഹീറോ ആയി മാറിയിട്ടുള്ള നാഴ്സിയസ് ആണ്. നാഴ്സിയസ് അതിശക്തനാണ്. ആളുകളുടെ മുൻപിൽ നാഴ്സിയസ് ഒരു ദൈവത്തിന് തുല്യമാണ്. കാരണം അയാളെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഗ്ലാഡിയേറ്ററായിട്ടാണ് നാഴ്സിയസിനെ വിശേഷിപ്പിക്കുന്നത്. ആ നാഴ്സിയസിനെ തന്നെയാണ് തൻ്റെ പരിശീലകനായിട്ട് കമ്മോഡിയസ് തിരഞ്ഞെടുക്കുന്നത്.
പിന്നീട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. പക്ഷേ പരിശീലനത്തിൽ ഒന്ന് കൊമ്പ് കോർക്കാൻ പോലും കമ്മോഡസിന് സാധ്യമാകുന്നില്ല. പരിശീലന സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് മരം കൊണ്ടുണ്ടാക്കിയെടുത്ത വാളും പരിചയമാണ്. ആ വാളും പരിചയം ഉപയോഗിച്ചിട്ട് രണ്ടുപേരും പരസ്പരം പോരാടുകയാണ്. അതിനിടയിൽ നാഴ്സിയസ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഒരു 2 നിമിഷം നേരം പോലും നാഴ്സിയസിനോട് പോരാടാൻ കമ്മോഡസിന് സാധ്യമാകുന്നില്ലായിരുന്നു. പക്ഷേ നാഴ്സിയസ് വളരെ നിസ്സാരമായ രീതിയിൽ മാത്രമാണ് അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലും അതിജീവിക്കാൻ കമ്മോഡസിന് സാധ്യമാകുന്നില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ അതൊക്കെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് കമ്മോഡസിന് വലിയ ധാരണ തന്നെ ഉണ്ടായിരുന്നു. ഈ പരിശീലനങ്ങളും ഗെയിമുകളുമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് കാസിയസ് ഡിയോ തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഡിയോ ആദ്യം ചക്രവർത്തിയോട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചക്രവർത്തി അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഇനി ആര് പറഞ്ഞാലാണ് ചക്രവർത്തി അനുസരിക്കുക? അതിന് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് മാഴ്സിയ എന്ന ചക്രവർത്തിയുടെ ഇപ്പോഴത്തെ ചക്രവർത്തിനിയാണ്. ചക്രവർത്തിനി എന്ന് പറയാൻ സാധിക്കുകയില്ല, അടിമ സ്ത്രീ തന്നെയാണ്. പക്ഷേ അവർക്കിപ്പോൾ ഒരു ചക്രവർത്തിനിയുടെ എല്ലാ അധികാരവുമുണ്ട്. മാഴ്സിയെ ഡിയോ നേരിട്ട് പോയി കണ്ടു. എങ്ങനെയെങ്കിലും ഇത് തടയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മാഴ്സിയെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അത് സാധ്യമായില്ല. പരിശീലനം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 നിമിഷം മാത്രം പരിശീലനത്തിൽ ഏർപ്പെടാൻ സാധ്യമായിരുന്ന കമ്മോഡസ് ഇപ്പോൾ കുറേ കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. അയാൾ കയ്യിലുണ്ടായിരുന്ന മരവാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഴ്സിയസ്, നമുക്കിനി യഥാർത്ഥ വാളുകൊണ്ട് തന്നെ പോരാടാം. നാഴ്സിയസിന് വലിയ രീതിയിലുള്ളൊരു മടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ചക്രവർത്തി പറയുന്നത് അനുസരിക്കാതിരിക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. യഥാർത്ഥ വാളുകൊണ്ട് തന്നെ പോരാടി. അപ്പോഴും ഫലം മറിച്ചായിരുന്നില്ല. 2-3 നീക്കങ്ങൾ കൊണ്ട് തന്നെ ചക്രവർത്തിയെ കീഴടക്കാൻ നാഴ്സിയസിന് സാധിക്കുമായിരുന്നു. എല്ലാ നീക്കങ്ങളുടെയും ഒടുവിൽ നാഴ്സിയസിൻ്റെ വാൾ എത്തിച്ചേരുന്നത് കമ്മോഡസിൻ്റെ കഴുത്തിന് നേർക്കാണ്. കഴുത്തിൻ്റെ വളരെ അരികിലെത്തുമ്പോൾ മാത്രം അയാൾ ആ നീക്കം അവസാനിപ്പിക്കുമായിരുന്നു. കമ്മോഡസ് അങ്ങനെ നിരന്തരമായിട്ട് തോറ്റുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ മാസങ്ങൾ കൊണ്ട് നാഴ്സിയസും കമ്മോഡസും തമ്മിൽ വളരെയധികം അടുത്ത ഒരു സ്നേഹബന്ധം തന്നെ ഉണ്ടായി വന്നു. അവരിപ്പോൾ ചക്രവർത്തിയും അടിമയുമല്ല, മറിച്ച് ഒരു ഗുരുനാഥനും ശിഷ്യനുമാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഗെയിമിൻ്റെ ദിവസം എത്താറായി. ആ ഘട്ടം എത്തിയപ്പോൾ മാത്രമാണ് കമ്മോഡസിന് ബോധ്യമായത്, ഇതിന് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. ഏതൊരു ഗ്ലാഡിയേറ്ററിനും നിസ്സാരമായിട്ടുള്ള നിമിഷങ്ങൾ കൊണ്ട് തന്നെ കീഴ്പ്പെടുത്താനും കൊല്ലാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയാണ് പിന്മാറാൻ സാധിക്കുക? അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നാണക്കേട് തന്നെയായിരിക്കും തനിക്ക് അനുഭവിക്കേണ്ടി വരിക. എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഒടുവിൽ ഗെയിമിൻ്റെ തലേ ദിവസം എത്തി. തലേ ദിവസം ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി, അതായത് അടിമകൾക്ക് വേണ്ടി വലിയൊരു പാർട്ടി തന്നെ നടത്തുന്നുണ്ട്. ആ പാർട്ടിക്കിടയിൽ കമ്മോഡിയസ് അവരോടായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്പീച്ചായിരുന്നു അത്. ആ സ്പീച്ച് ഒരു ചക്രവർത്തി ഗ്ലാഡിയേറ്റേഴ്സിനോട് പറയുന്ന വാക്കുകളായിരുന്നില്ല, മറിച്ച് ഒരു ഗ്ലാഡിയേറ്റർ മറ്റ് ഗ്ലാഡിയേറ്റേഴ്സിനോട് പറയുന്ന കാര്യങ്ങളായിരുന്നു. ഗ്ലാഡിയേറ്റേഴ്സിന് സ്വയം അഭിമാനം തോന്നി. ഒരു ചക്രവർത്തി ഒരു ഗ്ലാഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ അടിമയ്ക്കു സമാനമായിട്ട് മാറിയിരിക്കുന്നു. തങ്ങളിൽ ഒരുവനായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നിങ്ങളിൽ ഒരാളായിട്ട് ഞാനും മാറിയിരിക്കുന്നു. നമ്മൾ നാളെ പോരാടാൻ പോവുകയാണ്. അതിൽ പലരും മരണമടയും. പക്ഷേ മരണമടയുന്നവരൊക്കെ തന്നെയും ഹീറോ ആയിട്ട് മാറുന്നതാണ്. നേരിട്ടവർ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. നമ്മളെല്ലാം അതിന് റെഡിയായിരിക്കുകയാണ്. നമ്മളെപ്പോലെ ധീരന്മാരായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് വേറെയില്ല. എല്ലാവർക്കും വളരെ അഭിമാനം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ തന്നെ കൊളോസിയം ആളുകളെ കൊണ്ട് നിറഞ്ഞു. 50,000-ത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ആ ഒരു യുദ്ധത്തിന് കാത്തിരിക്കുകയാണ്. തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ളൊരു ഗെയിം ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചക്രവർത്തി ഒരു ഗ്ലാഡിയേറ്റർ ആകാൻ പോവുകയാണ്. ആ അറീനയിലേക്ക് കടന്നു വരികയാണ് നാഴ്സിയസ്. ഒപ്പം കമ്മോഡസും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ആളുകൾക്കും പറയാനായിട്ട് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ. അത് നാഴ്സിയസിൻ്റെ പേരാണ്. നാഴ്സിയസ് അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഗെയിമുകൾ ആരംഭിക്കുന്നതിന് മുൻപ് അവിടെ കമ്മോഡസിന് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. നാഴ്സിയസിന് ഒരു അധികാരം കൊടുക്കാൻ പോവുകയാണ്. നാഴ്സിയസ്, നിങ്ങൾ വെറും അടിമയല്ല, ഇന്ന് എൻ്റെ ഗുരുനാഥനാണ്. ഗുരുനാഥന് ഞാൻ ഈ ശിഷ്യൻ നൽകുന്ന ഒരു സമ്മാനം. താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. താങ്കൾ ഇനിയും മുതൽ ഒരു അടിമയുമല്ല. താങ്കൾക്ക് കൊട്ടാരത്തിൽ വസിക്കാം. താങ്കൾ പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ വേണ്ടപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആളുകളെല്ലാവരും സന്തോഷം കൊണ്ട് നൃത്തം വെച്ചു. നാഴ്സിയസിനും വലിയ സന്തോഷം തന്നെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് വലിയൊരു ബഹുമതി ഇപ്പോൾ കമ്മോഡസ് നൽകിയിരിക്കുകയാണ്.
ഒരു ശിഷ്യൻ ഗുരുനാഥന് നൽകുന്ന അമൂല്യമായിട്ടുള്ള ഒരു സമ്മാനം, സ്വാതന്ത്ര്യമെന്ന സമ്മാനം. നാഴ്സിയസിൻ്റെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾ നാഴ്സിയസിൻ്റെ പേരിനോടൊപ്പം തന്നെ കമ്മോഡസിൻ്റെ പേരും വിളിക്കാൻ തുടങ്ങി. എല്ലാവരും ഒരുക്കത്തിലാണ്. ഗ്ലാഡിയേറ്റേഴ്സ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കമ്മോഡസിന് വിശിഷ്ടമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിൽ സിംഹത്തിൻ്റെ രൂപത്തോട് സാദൃശ്യമുള്ള ഒരു വലിയ കിരീടം തന്നെ ഉണ്ടായിരുന്നു. ആ കിരീടം പിന്നിലേക്ക് ഒരു വലിയ വാല് പോലെ നീണ്ടു പോകുന്നുമുണ്ടായിരുന്നു. അത് മറ്റാരുടെയും കിരീടമായിരുന്നില്ല, സാക്ഷാൽ ഹെർക്കുലീസ് ദേവൻ്റെ വേഷം തന്നെയായിരുന്നു. ഹെർക്കുലീസിൻ്റെ ഒരു പുനർജന്മമായിട്ടാണ് ആളുകൾ ഈ നിമിഷത്തെ വിശേഷിപ്പിക്കുന്നത്. യുദ്ധം ആരംഭിക്കാൻ തുടങ്ങി. ശക്തമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. ശക്തനായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ് കമ്മോഡസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കമ്മോഡസിന് ശരിക്കും പിടിച്ചു നിൽക്കാൻ പോലും സാധ്യമാകുന്നില്ല. അനായാസമായിട്ടാണ് എതിരാളി കമ്മോഡസിനെ നിലംപരിശാക്കുന്നത്. ജനങ്ങളുടെ മുൻപിൽ ചക്രവർത്തി അടികൊണ്ട് പിടഞ്ഞു വീഴുന്നു. ആളുകൾ അത് കണ്ട് സന്തോഷം കൊണ്ട് നൃത്തം വയ്ക്കുന്നു. എല്ലാവരിലും വലിയ രീതിയിലുള്ള സന്തോഷം തന്നെയാണ്. സെനറ്റ് അംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട്. മാഴ്സിയ അത് കണ്ട് വിതുമ്പുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ചക്രവർത്തി അടികൊണ്ട് നിലംപരിശാകുന്നത് കണ്ടു നിൽക്കാൻ പോലും അവൾക്ക് സാധ്യമാകുമായിരുന്നില്ല. ഓരോ അടിയും കൊണ്ട് നിലത്തേക്ക് വീഴുന്ന കമ്മോഡസ് ഏത് നിമിഷം വേണമെങ്കിലും മരണമടയാമെന്ന് അവിടെ കൂടി നിന്ന ആളുകൾക്ക് വ്യക്തമായിരുന്നു. പക്ഷേ പതിയെ പതിയെ കമ്മോഡസിൻ്റെ ശക്തി ഉയർന്നു വരുന്നതായിട്ട് ആളുകൾക്ക് കാണാൻ സാധിച്ചു. എതിരാളികളുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. അങ്ങനെ കമ്മോഡസിൻ്റെ അടി കൊണ്ട് എതിരാളി നിലത്തേക്ക് വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കമ്മോഡസിന് ഒരുപാട് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, ഒരുപാട് രക്തം വാർന്നൊഴുകുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ എതിരാളിയുടെ നെഞ്ചത്തേക്ക് അയാളുടെ കത്തി ആഴത്തിൽ കുത്തി ഇറക്കുകയാണ്. ആളുകൾ ഒരേ സ്വരത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് ആർത്തു വിളിച്ചു, കമ്മോഡസ്, കമ്മോഡസ്, കമ്മോഡസ്. സെനറ്റങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമായില്ല. താങ്കൾ എന്താണ് ഈ കാണുന്നത്? അതിശക്തനായ ഒരു ഗ്ലാഡിയേറ്ററിനെ കൊന്നിരിക്കുന്നു തങ്ങളുടെ ചക്രവർത്തി. ചക്രവർത്തി പറഞ്ഞത് ചുമ്മാതല്ല, അയാളൊരു പുനർജന്മം തന്നെയാണ്. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു സാധാരണ ചക്രവർത്തിയല്ല, ഹെർക്കുലീസിൻ്റെ പുനർജന്മമാണ്. ആ ദിവസം വൈകുന്നേരം സെനറ്റ് ഹാളിൽ ഒരു വലിയ മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഗെയിമുകൾ അവസാനിച്ചിട്ടില്ല. ആദ്യ ദിനം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി 13 ദിനങ്ങൾ കൂടിയുണ്ട്. 13 ദിനവും ചക്രവർത്തി അവിടെ യുദ്ധം ചെയ്യുന്നതാണ്. എന്നാൽ ഈ സെനറ്റ് മീറ്റിങ്ങിൽ നിർണായകമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു കമ്മോഡസിന്. സെനറ്റ് മെമ്പേഴ്സിനെ ഈ യുദ്ധം കഴിയുന്നതോടുകൂടി പിരിച്ചുവിടുന്നതാണ്. നിങ്ങളുടെ അധികാരമെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ എടുക്കുന്നതാണ്. കാരണം ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ഹെർക്കുലീസിൻ്റെ പുനർജന്മമാണ്. ഞാൻ ദൈവികനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ദൈവം തന്നെയാണ്. ദൈവം ഭരിക്കുമ്പോൾ ഇവിടെ ഒരു സെനറ്റ് മെമ്പറിൻ്റെ ആവശ്യമില്ല. സെനറ്റ് അംഗങ്ങളൊക്കെ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എതിർപ്പിന് കാര്യമായിട്ടുള്ള മൂർച്ചയൊന്നും ഇപ്പോഴില്ല. കാരണം കമ്മോഡസ് ഇപ്പോൾ ശക്തനായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് തന്നെ ബോധ്യമുണ്ട്, ദൈവതുല്യനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അയാൾ മാറിയിരിക്കുന്നു. അയാൾക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. റോമിൻ്റെ പേര് തന്നെ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി റോം അറിയപ്പെടാൻ പോകുന്നത് കൊളോണിയ കമ്മോഡിയാന എന്ന പേരിലാണ്. സെനറ്റ് അംഗങ്ങൾക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുമായിരുന്നില്ല. അവരെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചു, ഇനി വരാൻ പോകുന്ന 13 ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും തങ്ങളുടെ ചക്രവർത്തി മരണമടയണമെന്ന്. പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുന്നത് കമ്മോഡിയസിൻ്റെ മറ്റൊരു രൂപമായിരുന്നു. അയാൾ കുറേ കൂടി ശക്തനായിട്ട് മാറുകയാണ്. അനായാസമായിട്ട് എതിരാളികളെ നിഷ്പ്രയാസം അയാൾ കൊന്നു തള്ളുകയാണ്. 13 ദിവസം കൊണ്ട് മരണമടഞ്ഞ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ എണ്ണം 100-ന് മുകളിൽ പോകും. 100-ലധികം പേരെയാണ് കമ്മോഡസ് കൊന്നു തള്ളിയിരിക്കുന്നത്. ഇത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഗ്ലാഡിയേറ്ററിനും പോലും സാധിക്കാത്ത കാര്യമാണ്. നാഴ്സിയസ് അതുല്യനായിട്ടുള്ളൊരു ഗ്ലാഡിയേറ്ററാണ്. പക്ഷേ നാഴ്സിയസിന് പോലും ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാവരും വിശ്വസിച്ചു ഹെർക്കുലീസിൻ്റെ പുനർജന്മമാണ് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെന്ന്. നാഴ്സിയസിന് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതിന് തൊട്ട് മുൻപ് വരെ തൻ്റെ അടികൊണ്ട് നിലംപരിശായിരുന്ന വ്യക്തി ഇപ്പോൾ നിരവധി ഗ്ലാഡിയേറ്റേഴ്സിനെ കൊന്നു തള്ളിയിരിക്കുന്നു. തനിക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണിത്. മരിച്ചു വീണ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ശവശരീരങ്ങൾ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ഒരു ജയിൽ അറയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. അതിലൊരു ശവശരീരത്തിൻ്റെ അരികിൽ പോയി നാഴ്സിയസ് പരിശോധിക്കുകയാണ്. മരിച്ചു പോയിരിക്കുന്നു, ശ്വാസമില്ല. ആ ശവശരീരത്തിനോട് ചേർന്ന് തന്നെ അയാൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പടവാളുമുണ്ട്. ആ വാളിൻ്റെ അറ്റത്ത് തൻ്റെ വിരൽ കൊണ്ട് ഒന്ന് ഓടിച്ചു നോക്കി. അത്ഭുതം, കൈ മുറിയുന്നില്ല. ഒട്ടും തന്നെ മൂർച്ചയില്ലാത്ത ഒരു പാഴ്വാള് മാത്രമാണത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശവശരീരങ്ങളുടെയും അരികിൽ അവരുടെ വാളുകൾ ഉണ്ടായിരുന്നു. ആ വാളുകൾക്കൊന്നും തന്നെ മൂർച്ചയില്ല. അതിലൊരു വാളും എടുത്തുകൊണ്ട്
അയാൾ അവിടെ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. അവിടെ തന്നെ ഒരു വലിയ കോറിഡോറിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. ചക്രവർത്തി അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കുടിക്കുന്നുണ്ട്. അരികിൽ മാഴ്സിയുണ്ട്, മറ്റ് പ്രൊട്ടേറിയൻ ഗാർഡുകളുണ്ട്, ചില സെനറ്റ് അംഗങ്ങളൊക്കെ തന്നെയും അവിടെ ഉണ്ട്. അവരുടെ അരികിലേക്ക് നാഴ്സിയസ് ചെന്നു. എന്തൊരു അത്ഭുതമാണ് ചക്രവർത്തി ഇത്! എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഇത്രയധികം ശക്തരായിട്ടുള്ള ഗ്ലാഡിയേറ്റേഴ്സിനെ താങ്കൾ ഒറ്റയ്ക്ക് കൊന്നുവെന്ന്. അതിനെനിക്ക് നന്ദി പറയാനുള്ളത് താങ്കളോട് തന്നെയാണ്. നാഴ്സിയസിൻ്റെ ശിക്ഷണമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. വളരെ ബഹുമാനത്തോടു കൂടി തന്നെയായിരുന്നു ചക്രവർത്തി ആ വാചകങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിന് മറുപടിയായിട്ട് നാഴ്സിയസ് വിങ്ങിപ്പൊട്ടിയാണ് സംസാരിച്ചത്. എതിരാളികൾക്ക് മൂർച്ചയില്ലാത്ത ഈ വാൾ കൊടുത്തിട്ട് യുദ്ധം ചെയ്യാനാണോ താങ്കളെ ഞാൻ പരിശീലിപ്പിച്ചത്? ആ വാൾ ഉയർത്തി നാഴ്സിയസ് തൻ്റെ ശരീരത്തിലൂടെ ഒന്ന് വരിഞ്ഞു. അത്ഭുതം, അവിടെ ഒരു രക്തം പോലും പൊടിയുന്നില്ല. അതായത് ഒരു കമ്പിന് സമാനമാണ്. ഒരു കമ്പ് കൊണ്ട് അടിച്ചാലുണ്ടാകുന്ന വേദന മാത്രമേ ആ വാളിന് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ചക്രവർത്തിയുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രക്തം പൊടിയുന്നുണ്ട്. അത് ആ കമ്പ് കൊണ്ടടിച്ചിട്ടുള്ള ഒരു രക്തം മാത്രമാണ്, അല്ലാതെ ആഴത്തിലുള്ള മുറിവുകൾ എങ്ങും കാണാൻ സാധ്യമാകുന്നില്ല. ശരിക്കും അയാൾ നാണം കെട്ടു പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മാഴ്സിയയുടെ മുൻപിൽ, സെനറ്റ് അംഗങ്ങളുടെ മുമ്പിൽ, പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ മുൻപിൽ താൻ ഒന്നുമല്ലാതെയായി മാറാൻ പോകുന്നു. താൻ ഈ ചെയ്തു വെച്ച പ്രവൃത്തികളൊക്കെ തന്നെയും നാളെ തൻ്റെ പേര് സ്വർണ്ണ ലിപി കൊണ്ട് എഴുതാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നാണക്കേടിൻ്റെ പേരിലായിരിക്കും ഇനി തൻ്റെ പേര് അറിയപ്പെടാൻ പോകുന്നത്. ആ അരിശം തീർത്തത് തൊട്ട് മുൻപിലുണ്ടായിരുന്ന മാഴ്സിയെ ആഞ്ഞ് അടിച്ചുകൊണ്ടാണ്. മാഴ്സിയെ അടികൊണ്ട് അപ്പോൾ തന്നെ നിലത്തേക്ക് വീണു. അവൾ കരഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നത്. നാഴ്സിയസ് കയ്യിലുണ്ടായിരുന്ന വാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്നെ കൂടി കൊന്നുകളയൂ. ആ വാൾ ഉപയോഗിച്ച് എന്നെ കൂടി കൊന്നുകളയൂ. എന്തിനാണ് ഈ നീചമായ പ്രവൃത്തി ചെയ്തത്? ഞാൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത് ഈ സാമ്രാജ്യത്തിന് വേണ്ടിയാണ്, ഈ റോമൻ എംപയറിന് വേണ്ടിയാണ്, മികച്ച ഒരു എംപററാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ മരണമടഞ്ഞവരൊക്കെ പുണ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. കാരണം എൻ്റെ കൈകൊണ്ട് മരിച്ചതിലൂടെ അവർ സ്വർഗ്ഗലോകത്തിലേക്ക് പോവുകയാണ്. അവർക്ക് അതിനുള്ള അവകാശമാണ് ഞാൻ കൊടുത്തത്. നാഴ്സിയസ് പറഞ്ഞു, എങ്കിൽ എന്നെ കൂടി സ്വർഗ്ഗലോകത്തേക്ക് അയക്കുക. ഞാൻ ഒന്നിനും മുതിരുന്നില്ല, താങ്കൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, എന്നെ കൂടി വെട്ടിക്കൊല്ലുക. എന്നിട്ട് ആളുകളോട് പറയുക, ശക്തനായിട്ടുള്ള നാഴ്സിയസിനെ ഞാൻ ധീരമായി പടപൊരുതി കൊന്നുവെന്ന്. ഇത് കേട്ടതോടുകൂടി കമ്മോഡസ് തകർന്നടിഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഇറ്റൊഴുകാൻ തുടങ്ങി. അയാൾ പൊട്ടിക്കരഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളോടും അയാൾ ആക്രോശിച്ചു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഇനി ഞാൻ കൊല്ലാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ആയിരിക്കും. അവിടെയുള്ള ആളുകളെല്ലാം വിടവാങ്ങി. അന്ന് വൈകുന്നേരം മാഴ്സിയയും അവരുടെ ഭർത്താവ് എക്ലെക്ടസും നേരെ പോകുന്നത് ഡിയോയുടെ വീട്ടിലേക്കാണ്. കാസിയസ് ഡിയോയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയും അവർ വിവരിച്ചു. ഡിയോ അല്പനേരം മൂകനായിട്ട് നിന്നു. അതിനുശേഷം പറഞ്ഞു, ചതിക്ക് ഉത്തരം ചതി തന്നെയാണ്. അങ്ങനൊരു ചക്രവർത്തിയെ നമുക്കിനി ആവശ്യമില്ല. അയാളെ കൊന്നുകളയണം. തൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വിഷക്കുപ്പി എടുത്ത് അയാൾ മാഴ്സിയയ്ക്ക് നേരെ നീട്ടി. മാഴ്സിയ ആദ്യം അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല. പ്രിയപ്പെട്ട കമ്മോഡസിനെ കൊല്ലാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഡിയോ നിർബന്ധിച്ചതോടുകൂടി തന്നെ അവൾക്ക് അത് വാങ്ങിക്കേണ്ടി വന്നു. അവൾ കമ്മോഡസിൻ്റെ അറയിലേക്ക് എത്തിച്ചേരുമ്പോൾ കമ്മോഡസ് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിൽ മദ്യത്തിൻ്റെ ഒരു ഗ്ലാസുമായിട്ട് അത് നുകർന്നുകൊണ്ട് അയാൾ ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന കമ്മോഡസിന് മാഴ്സിയെ കാണാൻ സാധിക്കുന്നില്ല. മാഴ്സിയ അതൊരവസരമായിട്ട് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പി തുറന്നു വെച്ചിരിക്കുന്ന ആ കുപ്പിയുടെ ഉള്ളിലേക്ക് വിഷമൊഴിച്ചു. അതിനുശേഷം മാത്രമാണ് കമ്മോഡസിൻ്റെ പേര് വിളിക്കുന്നത്. അവിടെ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് കമ്മോഡസ് ആക്രോശിച്ചു. അയാൾക്ക് അവളെ ഇനി കാണണ്ട. താൻ നാണം കെട്ടത് കണ്ടു നിന്ന ആളുകളെ ഒന്നും ഇനി അയാൾക്ക് കാണണ്ട. അവിടെ നിന്നും പോകാനായിട്ട് മുതിരുന്ന മാഴ്സിയ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു രാജകീയമായിട്ടുള്ള ഓർഡർ കാണുന്നുണ്ട്. കുറേ ആളുകളുടെ പേരാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ ലിസ്റ്റ് അവൾ വിദഗ്ധമായി എടുത്തുകൊണ്ടാണ് ആ അറയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത്. കൊല്ലാനുള്ള ഓർഡറാണ്. കുറേ അധികം ആളുകളുടെ പേരുണ്ട്. കമ്മോഡസ് നാണം കെടുന്നത് കണ്ടു നിന്ന എല്ലാ ആളുകളെയും കൊല്ലാനുള്ള ഓർഡർ. ആളുകളുടെ പേര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കാസിയസ് ഡിയോ ഉണ്ട്, മാഴ്സിയോ ഉണ്ട്, നാഴ്സിയസ് പോലും ആ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റ് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എക്ലെറ്റസിനെ കൊണ്ട് അത് ഡിയോയിൽ എത്തിക്കണം. അതിനു മുൻപ് തനിക്ക് ഉറപ്പ് വരുത്തണം. ഇവിടെ നിന്ന് മാറുന്നതിന് മുൻപ് ആ മദ്യം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അവർ അറയുടെ അരികിൽ തന്നെ കമ്മോഡസ് കാണാതെ നിലയുറപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ആ ജനലിൻ്റെ അരികിൽ നിന്നും മദ്യക്കുപ്പിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ആ മദ്യം അയാൾ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
പക്ഷേ അയാൾക്കത് കുടിക്കാൻ സാധിക്കുന്നില്ല. അയാളത് തുപ്പിക്കളയുകയാണ്. കാരണം ആ വിഷത്തിൻ്റെ രുചി അയാൾക്ക് മനസ്സിലായി. അതൊരു വിഷമാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ രുചിയിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. മദ്യം മോശമായതുകൊണ്ടായിരിക്കാം ആ വ്യത്യാസമെന്നാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മദ്യക്കുപ്പി അയാൾ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ആ ശ്രമം പാളിപ്പോകുന്നു. അതിനുശേഷം മാത്രമാണ് ആ കത്തുമായിട്ട് എക്ലക്ടസിൻ്റെ അരികിലേക്ക് പോകുന്നത്. എക്ലക്ടസ് ചോദിച്ചു, നീ വിഷം കൊടുത്തോ? കമ്മോഡസ് അത് കുടിച്ചോ? ഇല്ല, അയാൾ കുടിച്ചില്ല. അയാളത് തുപ്പിക്കളഞ്ഞു. അയാൾക്ക് അതിൻ്റെ രുചി മനസ്സിലായി. എക്ലക്ടസ് കത്തുമായിട്ട് ഡിയോയുടെ അരികിലേക്ക് പോവുകയാണ്. ഡിയോയെ ആ കത്ത് ഏൽപ്പിച്ചു. ഒപ്പം ആ വിഷമ വാർത്ത കൂടി അറിയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. ഡിയോ ഈ വിവരം അറിയിക്കുന്നത് നാഴ്സിയസിനെയാണ്. നാഴ്സിയസിന് അതൊട്ടും വിശ്വസിക്കാൻ സാധ്യമായില്ല. തൻ്റെ ശിഷ്യൻ തന്നെ കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അയാൾ ഗ്ലാഡിയേറ്റേഴ്സിന് കൊടുത്ത മൂർച്ചയില്ലാത്ത ആ പാഴ്വാളുമായിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. റൊട്ടേറിയൻ ഗാർഡൊന്നും അയാൾ തടഞ്ഞില്ല. കാരണം നാഴ്സിയസ് ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്, ചക്രവർത്തിയുടെ ഗുരുവാണ്. അതുകൊണ്ട് അയാൾക്ക് യഥേഷ്ടം ചക്രവർത്തിയുടെ അറയിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. നാഴ്സിയസ് കമ്മോഡസിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ആ ഓർഡർ ഞാൻ കണ്ടു, എന്നെ കൊന്നുകളയാനുള്ള ഓർഡർ. എന്നാൽ ആ ഓർഡർ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി, മരിച്ചുപോയ ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി എനിക്കൊരു കാര്യം ചെയ്യണം. എനിക്ക് ഈ മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് തന്നെ നിങ്ങളെ കുത്തിക്കൊല്ലണം. കമ്മോഡസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാഴ്സിയസിൻ്റെ പിടിയിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ സാധ്യമായില്ല. ആ കത്തി കൊണ്ട് ആഴത്തിൽ കുത്തി കൊല്ലാൻ സാധ്യമായി. നാഴ്സിയസ് അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൂർച്ചയില്ലാത്ത കത്തി കുത്തി ഇറക്കി അയാളെ കൊന്നു. അതൊരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒടുക്കമായിരുന്നു. കമ്മോഡസ് എന്ന ചക്രവർത്തിയുടെ ഒടുക്കമായിരുന്നു. കമ്മോഡസിനെ കൊന്ന നാഴ്സിയസിനെ ശിക്ഷിക്കുന്നുണ്ട്. അയാളുടെ കഴുത്തറുത്ത് തന്നെ കൊല്ലുന്നുണ്ട്. ആ പ്ലോട്ടിന് കൂട്ടുനിന്ന മാഴ്സിയെയും കൊല്ലുന്നുണ്ട്. എക്ലക്ടസിനെയും കൊന്നുകളയുകയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ലൂഷ്യസ് കാസിയസ് ഡിയോ രക്ഷപ്പെടുകയാണ്. കാരണം ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും ശക്തനായിട്ടുള്ള സെനറ്റിലെ വ്യക്തിയായിട്ട് മാറിയത് ഡിയോ ആണ്. ഡിയോ രക്ഷപ്പെടുകയാണ്. ഡിയോയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന, തന്നോടൊപ്പം തന്നെ ഈ ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ട ആളുകളെ കൊല്ലാനായിട്ട് കഴിഞ്ഞു. അത് എഴുതി വച്ചിരിക്കുന്നത് അയാൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അയാളെ തന്നെ നെഗറ്റീവായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാവരും മരണമടഞ്ഞിരിക്കുന്നു. റോം ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെയാണ്, പക്ഷേ ക്രൂരതയുടെ ഒരു പര്യായം കൂടിയാണ്. ഈ എപ്പിസോഡ് മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എത്ര ആളുകളാണ് ഇതിൽ മരണമടഞ്ഞത്? എത്ര പേരെയാണ് ചതിയിലൂടെ കൊന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാം തന്നെയും മരണമടഞ്ഞിരിക്കുന്നു. ക്രിസ്പീന മാത്രമാണ് മരണമടയാതെ കാപ്രി ദ്വീപിൽ അകപ്പെട്ടു പോയത്.